കൂട്ടായ്മയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ദാസി ബീന സിസ്റ്റർ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും മൂന്നാമത്തെ ദിവസം സ്തോത്രം കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കി തന്ന എല്ലാ സാവകാശങ്ങൾക്കുമായി ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. ഇന്ന് ഈ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം ഞാൻ ദൈവപാദപീഠത്തിലായിരിക്കുന്നു. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളോട് സംസാരിക്കുവാൻ തക്കണം. നിങ്ങളെ തന്നെ ദൈവകാരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിനോട് ഇന്ന് പകൽക്കാലം ഒന്ന് പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ, മാനുഷികമായ ശബ്ദങ്ങൾക്കപ്പുറമായി അങ്ങയുടെ ശബ്ദം ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിക്കണമേ. അത് മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന യഹോവയുടെ ശബ്ദം, മരത്തിന്റെ തോലിരിക്കുന്ന യഹോവയുടെ ശബ്ദം, കാദേശ് മരുവിനെ നടുക്കുന്ന യഹോവയുടെ ശബ്ദം. ഇന്ന് പകൽക്കാലം ആ ശബ്ദം പുറപ്പെട്ടാൽ അതിന്റെ പ്രവൃത്തി ചെയ്തിട്ടേ മടങ്ങി വരുത്തുള്ളൂ. എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാ? ഇന്ന് പകൽക്കാലം ആ ശബ്ദം പുറപ്പെട്ടാൽ ഹല്ലേലൂയ, ആ ശബ്ദത്തിന് ചെയ്യുവാൻ കഴിയാത്തതായി ഒന്നുമില്ല. യേശുവിന്റെ നാമത്തിൽ റീഖമന ശംധല ജഗൽ കെട്ടിയ റീഖമനസി എല്ലാവരും അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. റീഖേമന, നിങ്ങൾ ഇരിക്കുന്ന വീടുകൾക്കകത്തിൽ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടേണ്ടതിനായിട്ട്. വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിന് നിൽക്കാൻ കഴിയത്തില്ല. ദൈവിക വെളിച്ചം എവിടെ കടന്നു വരുന്നോ അവിടെ ഇരുട്ടുകൾ മാറിപ്പോകും. ഇന്ന് പകൽക്കാലം ചില ഇരുട്ടുകൾ ചില ഭവനങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാലം മാറിപ്പോകേണ്ടതിനായിട്ട് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുട്ട് മാറാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, വെളിച്ചം വന്നാൽ മതി, വെളിച്ചം വന്നാൽ മതി. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ. സ്തോത്രം കർത്താവേ, ഞങ്ങൾ ഇന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മ ഞങ്ങളോട് സംസാരിക്കണം. കർത്താവെ, പുറപ്പെടുന്ന വചനം ദൈവപ്രവർത്തികളായിട്ട് മാറണം. സ്തോത്രം, അത് രോഗികൾക്ക് സൗഖ്യമായി, ബന്ധിക്കപ്പെട്ടവർക്ക് വിടുതലായി. സ്തോത്രം കർത്താവെ, അനേകരുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതമായി മാറണം. കർത്താവെ, ദൈവജനത്തിന്റെ പ്രവർത്തികളെ തടയുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികൾ, അന്ധകാര മണ്ഡലങ്ങൾ, പൈശാചിക ലോകത്തിന്റെ പോരുകൾ എല്ലാത്തെയും ആത്മമണ്ഡലത്തെ ഞങ്ങൾ ബന്ധിച്ച് അതിനെ മാറി നിൽക്കുവാൻ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ ദൂതന്മാർ ഊരിപ്പിടിച്ച വാളുമായി ഇന്ന് ഈ പകൽക്കാലം കർത്താവെ, ഈ സൂമിൽ ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളുടെ ഭവനങ്ങൾക്കകത്തിലേക്കും ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങണം. എന്തെല്ലാം ദൈവപ്രവർത്തികൾ അതത് ഭവനങ്ങളിൽ സംഭവിക്കണമോ അതേ ദൈവപ്രവർത്തികൾ അവിടെ എല്ലാം സംഭവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വചനത്തിന്റെ പ്രവൃത്തി എതിർക്കുന്ന എല്ലാ ദുഷ്ടചിന്തകളെ ഞങ്ങൾ ആത്മാവിൽ ബന്ധിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ ശക്തിയോടെ ഞങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം, സ്തോത്രം, കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ശക്തമായിട്ട് സംസാരിക്കുകയും സ്തോത്രം അത് നിങ്ങൾക്ക് വളരെ പ്രയോജനമായി തീരുമെന്ന് ആത്മാവിൽ എനിക്ക് ഒത്തിരി ബോധ്യമുണ്ട്. ആ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്ന ഒരു മേഖലയാണ് സ്തോത്രം ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം, നമുക്കതിന് ആധാരമായിട്ട് വേഗത്തിൽ വായിക്കാം. എഫെസി ലേഖനം 6-ാം അധ്യായം, എഫെസി ലേഖനം 6-ാം അധ്യായം അതിന്റെ 10 മുതൽ സ്തോത്രം 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. എഫെസി ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. അതുകൊണ്ട് അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ചോണം, 13-ാമത്തെ വാക്യം: നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തുള്ള ഒരുക്കൽ കാലിന് ചെരിപ്പാക്കിയും എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. സ്തോത്രം. ഒരു വിശ്വാസിയാണെങ്കിൽ ഈ പ്രസംഗം ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ടാകും. സ്തോത്രം, സർവായുധ വർഗത്തെ കുറിച്ച്. സ്തോത്രം. എന്നാൽ ഞാൻ സർവായുധ വർഗത്തെ കുറിച്ചല്ല ഇന്ന് പകൽക്കാലം തൊടാനായിട്ട് ആഗ്രഹിക്കുന്നത്.
അതിന്റെ തന്ത്രങ്ങളെ എങ്ങനെ എതിർക്കാൻ കഴിയും എന്നും പലർക്കും അറിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് പലരും ജീവിതത്തിന്റെ പല മേഖലകളിൽ പെട്ടുപോകുന്ന ഒരവസ്ഥ സ്തോത്രം കാണാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാം പകൽക്കാലം എങ്ങനെ പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുക, എന്താ ദുർദിവസം. സ്തോത്രം. ഈ ദുർദിവസം അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഡേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കരുത് സ്തോത്രം കർത്തവാവാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ പറയുന്നത് പോലെ സ്തോത്രം ഇന്നത്തെ ദിവസം കൊള്ളത്തില്ല. ഇതൊന്നുമല്ല ദുർദിവസം. ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല ദുർദിവസം എന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്തിൽ എവരിഡേ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും ദുർദിവസങ്ങൾ കടന്നു വരാറുണ്ട്. ദുർദിവസങ്ങൾ കടന്നു വരാറുണ്ട്. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ അത് വിശ്വാസത്തിന്റെ പരിശോധനയായിട്ട് ദുർദിവസങ്ങൾ കടന്നു വരാറുണ്ട്. പക്ഷേ ഇവിടെ ശത്രുവിന്റെ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഈ ദുർദിവസങ്ങൾക്കകത്തിൽ ശത്രുവിന്റെ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആത്മമണ്ഡലം. നമ്മുടെ പോരാട്ടമുള്ളത് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് ശത്രു കൊണ്ടുവരുന്ന സ്ട്രാറ്റജികൾ എന്ന് പറയുന്നത് ജഡരക്തങ്ങളിൽ കൂടെ തന്നെയാണ്. ജഡരക്തങ്ങളിൽ കൂടെ തന്നെയാണ്. സ്തോത്രം. പക്ഷേ ഇതിനെ നമുക്ക് അവരിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങളുടെ വിഷയത്തിനകത്തിൽ ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങൾ അല്ലില്ല ഒരു ദൈവഭക്തന്റെ അടുക്കലോ അല്ലെങ്കിൽ ഒരു ദൈവഭക്തി എടുക്കലോ ആണ് നിങ്ങൾ ചെല്ലുന്നത്. കാരണം നിങ്ങൾക്കറിയാം അവരുടെ മേൽ ഒരു ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ മനുഷ്യന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായി ചെല്ലുന്നത്. ഇതേപോലെ തന്നെ പിശാച് അവന്റെ അജണ്ടകൾ പൂർത്തീകരിക്കുവാൻ തക്കണം പല വ്യക്തിത്വങ്ങളെയുമാണ് കരങ്ങളിൽ എടുത്തിട്ട് സ്തോത്രം നമുക്കെതിരെ പോരാടുന്നത്. സ്തോത്രം. ഉദാഹരണം പറഞ്ഞാല് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തി ഹല്ലേലൂയ നിങ്ങളുടെ നന്മ ഒരാൾ കണ്ടിട്ട് സ്തോത്രം അവന് നിങ്ങളോട് വല്ലാത്ത അസൂയ തോന്നുന്നു. അപ്പൊ അസൂയ എന്ന വികാരത്തെ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് കയറ്റി വിടുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. സ്തോത്രം. കണ്ണുകടിയുടെ ആത്മാവ്, ആ സ്പിരിറ്റ് ഉണ്ട്. ഈ സ്പിരിറ്റിനെ കയറ്റി വിട്ട് കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യും? സ്തോത്രം. പൈശാചിക ശക്തിക്ക് പ്രവർത്തിക്കാൻ ഒരു ശരീരം ആവശ്യമാണ്. സ്തോത്രം. അതേപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിപ്പാനും ഒരു ശരീരം ആവശ്യമാണ്. അപ്പോൾ പൈശാചിക ശക്തി ഒരു ശരീരത്തെ എടുത്ത് നിങ്ങൾക്കെതിരെ സ്തോത്രം പ്രവർത്തിക്കുമ്പോൾ, സ്തോത്രം നിങ്ങളുടെ കുടുംബത്തിനെതിരെ പ്രവർത്തിക്കുമ്പോൾ, നിങ്ങളുടെ തലമുറയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ, ഇപ്പോൾ സ്തോത്രം നിങ്ങളുടെ ഒരു തലമുറയെ തെറ്റിക്കണമെങ്കിൽ സ്തോത്രം അവന്റെ കൂട്ടുകാരനിൽ സ്തോത്രം ഒരു സ്പിരിറ്റ് കയറിയാൽ മതി. സ്തോത്രം. എന്നിട്ട് ആ സ്പിരിറ്റാണ് സ്തോത്രം നിങ്ങളുടെ തലമുറയെ വഴിതെറ്റിച്ചുകൊണ്ട് പോകുന്നത്. സ്തോത്രം. അപ്പോ നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്തോത്രം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മസേനകളോടും മാത്രമേ. പക്ഷെ ഇത് എങ്ങനെ വരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. ഇത് ഏത് നിലവാരത്തിൽ വരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. ഇതിന്റെ റൂട്ട് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഇല്ലാതെ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. നമ്മൾ പറയും സ്തോത്രം എന്റെ ഹസ്ബൻഡ് ശരിയല്ല, എന്റെ വൈഫ് ശരിയല്ല, എന്റെ കുഞ്ഞുങ്ങൾ ശരിയല്ല. സ്തോത്രം. എന്റെ ഇന്നാരി ശരിയല്ല. പക്ഷേ നിങ്ങൾ ആത്മമണ്ഡലത്തിൽ ആ മേഖലയെ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ സ്തോത്രം നിങ്ങൾക്ക് പിടികിട്ടും. സ്തോത്രം. ഇതിനകത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. സ്തോത്രം. പക്ഷേ അത് കാണുവാൻ തക്കവണ്ണം നമ്മുടെ ആത്മക്കണ്ണ് തുറന്നാൽ സ്തോത്രം ആ മേഖലകളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് അതിന്റെ പിൻപിൽ നിന്ന് വ്യാപരിക്കുന്ന സ്പിരിറ്റ് സ്തോത്രം അതിന്റെ പിൻപിൽ നിൽക്കുന്ന ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഇന്ന് പലർക്കും സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്തോത്രം പലതിന്റെയും പിൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന സ്പിരിറ്റിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇന്ന് പകൽക്കാലം എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഹല്ലേലൂയ എനിക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പക്ഷേ സ്തോത്രം എനിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന പല വ്യക്തികളിൽ കൂടെ, പല കുടുംബങ്ങളിൽ കൂടെ ഹല്ലേലൂയ സ്തോത്രം പല സാഹചര്യങ്ങളിൽ കൂടെ പോരാടിക്കൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ആത്മമണ്ഡലങ്ങളിൽ ബന്ധിക്കുവാൻ തക്കവണ്ണം കർത്താവേ ഒരു കൃപ ഞങ്ങൾക്ക് തരണമേന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയെ നിങ്ങൾ സൂപ്പർ നാച്ചുറൽ ആയിട്ട് പുറത്തു വരാൻ പോവുകയാണ്. ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയാത്തതുപോലെ ആത്മമണ്ഡലങ്ങളെ വിവേചിച്ച് ആത്മമണ്ഡലത്തിൽ പൈശാചിക തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുന്ന ഇന്ന് പകൽക്കാലം എത്രയോ പ്രാർത്ഥിക്കാൻ തയ്യാറാ. ആത്മമണ്ഡലങ്ങൾക്കകത്തിൽ പൈശാചിക തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഒരു ദൈവശക്തി ശബ്ദലാജകൾ കെട്ടി റീബനാസിയ രകൽ കെട്ടിയ
ശബാനവൽപ്പെട്ട് റിമനിയാദികൾ കെട്ടു, റിമനിയാസികാർ കെട്ടിയ, നെഗഷുടിയാരകൾ കെട്ടിയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം. ആത്മമണ്ഡലങ്ങളെ ഹല്ലേലൂയ സ്തോത്രം. ആത്മമണ്ഡലങ്ങളിൽ ജയമെടുക്കുവാൻ തക്കണം, ആത്മമണ്ഡലങ്ങളിൽ പൈശാചിക സ്പിരിറ്റുകളെ ജയിക്കുവാൻ തക്കണം ഒരു കൃപ ഇന്ന് പകൽക്കാലം ചിലർ ആത്മാവിൽ നേടുന്ന ഒരു പകൽക്കാലമായി പകൽക്കാലം മാറട്ടെ എന്ന് ആത്മാവ് ഞാൻ പ്രാർത്ഥിക്കുക. അതിന് കൊതിക്കുന്നവർ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചോ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാൻ ഈ വിഷയം നിങ്ങളോട് സംസാരിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഒരു ഉപവാസ പ്രാർത്ഥന പ്രസംഗം കേട്ടു പോകുന്ന ലാഘവത്തോടല്ല, ദൈവകൃപയിൽ ചില ദൈവശക്തി ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവേ എന്റെ സ്പിരിച്വൽ ഐസിനെ ദൈവം ഒന്ന് ഓപ്പൺ ചെയ്ത് പിശാചിന്റെ സ്ട്രാറ്റജികളെ ഒന്ന് തിരിച്ചറിഞ്ഞ് അവനോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കൃപ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എനിക്ക് നൽകണമേ എന്ന് നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ആത്മാവിൽ നിങ്ങളുടെ മേലെ കൃപയെ ദൈവം പകർന്നു തരാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക, യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക, യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഈ ഭാഗം മനസ്സിലാക്കുമ്പോൾ യേശു തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 30 വർഷം യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. 30 വർഷം യേശു മാതാപിതാക്കൾക്ക്, അടുത്ത 3.5 വർഷമാണ്, ഒരു ഷോർട്ട് പീരീഡ് ആണ് ശുശ്രൂഷ യേശു ചെയ്യാൻ പോകുന്നത്. ഈ 3.5 വർഷത്തിന്റെ ശുശ്രൂഷ യേശു ചെയ്യാൻ തുടങ്ങുമ്പോൾ യേശു സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് തന്റെ മേൽ വന്ന് താൻ 40 ദിവസം ഉപവസിച്ചു. ഈ ഉപവാസം കഴിഞ്ഞ് യേശു വരുമ്പോൾ തിരുവചനം ഇങ്ങനെ പറയുന്നു, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് വന്നു. അപ്പൊ നോക്കിക്കോണേ, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് വരുന്നത്. യേശു വരുമ്പോൾ സ്തോത്രം പിശാച് നേരെ യേശുവിന്റെ മുമ്പിൽ വന്നു. എങ്ങനെ വന്നതെന്നറിയോ? ടെംപ്ടേഷനായിട്ട്. കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ടെംപ്ടേഷനായിട്ട്. നിങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥന ഇരിക്കുമ്പോൾ ഒന്നുകിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾ ഭയങ്കര ശക്തിയോടൊക്കെ ഉപവസിച്ച് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അടുത്തൊരു ടെംപ്ടേഷനുമായിട്ട് പിശാച് നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ടെംപ്ടേഷനെ ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വിഷയം. സ്തോത്രം. ഇല്ലെങ്കിൽ നിങ്ങൾ ഉപവസിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ 7 ദിവസമാണെങ്കിലും കൊള്ളാം, 10 ദിവസമാണെങ്കിലും 20 ദിവസം, ഒറ്റ നിമിഷം കൊണ്ടാവും പൊട്ടിച്ച് ദൂരെ കളയും. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം, സ്തോത്രം. നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജയമെടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒന്ന് ഈ ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കള് അല്ലെങ്കിൽ വൈഫ് ആരെങ്കിലും ആയിക്കോട്ടെ, എക്സ് ഓർ വൈ, സ്തോത്രം, ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ ടെംപ്റ്റ് ചെയ്യുന്ന ഒരു വിഷയമായിട്ട് വരും. നിങ്ങൾ അതിനകത്ത് പൊട്ടിത്തെറിക്കും, തകർന്നു പോയി മൊത്ത സാധനം, തീർന്നു. അടുത്ത നിമിഷം നിങ്ങളുടെ ലൈഫിനകത്ത് ഈ സിറ്റുവേഷനെ നിങ്ങൾ ജയിച്ച് അപ്പുറത്തോട്ട് കയറിയാൽ സ്തോത്രം അടുത്ത വലിയൊരു വിജയം നിങ്ങളുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പേ ശത്രു കൊണ്ടുവന്ന സ്ട്രാറ്റജിക്കകത്ത് നിങ്ങൾ തട്ടി മറിഞ്ഞവിടെ വീഴണം. സ്തോത്രം. ഇതാ പിശാചിന്റെ സ്ട്രാറ്റജി. സ്തോത്രം ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനാണെങ്കിൽ യേശുവിന്റെ പരീക്ഷ ഒന്ന് തൊടാം. സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, യേശു ഉപവസിച്ച് സ്തോത്രം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ വേറൊരുത്തനെ കാണിച്ചിട്ട് അവനാണ് വിഷയം, അല്ലെങ്കിൽ വേറൊരുത്തനെ കാണിച്ചിട്ട് ഇവനാണ് വിഷയം. ഒന്നുമല്ല, നമ്മുടെ വീടിനകത്ത് തന്നെ വിഷയമുണ്ട്, നമ്മൾ നിൽക്കുന്ന എൻവയോൺമെന്റിൽ തന്നെ വിഷയമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശു സ്തോത്രം 40 ദിവസം ഉപവസിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരിക, ആത്മശക്തിയാൽ ഇങ്ങോട്ട് ഇറങ്ങി വരിക. സ്തോത്രം. ഉടനെ തിരുവചനം പറയുന്നു, പരീക്ഷകൻ വന്ന് അടുത്ത് നിന്നിട്ട് പറഞ്ഞു, യേശുവേ അങ്ങക്ക് വിശക്കുന്നില്ലേ? സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, ഉപവാസം കഴിഞ്ഞ് വരുന്ന ഒരുത്തിനെ തൊടേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ് വിശപ്പെന്നുള്ള സ്തോത്രം, അവന്റെ താല്പര്യം. സ്തോത്രം. അപ്പോൾ പിശാച് ആദ്യത്തെ സ്ട്രാറ്റജി എടുത്തത് വിശപ്പിനെയാണ്, ജഡത്തെയാണ്, ഫ്ലഷിനെയാണ്. പലപ്പോഴും നമ്മൾ വീണു പോകുന്ന ഒരു മേഖല, നമ്മുടെ വികാരങ്ങൾ മുഴുവൻ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ ഫ്ലഷീന്ന. സ്തോത്രം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ്, സ്തോത്രം, അല്ലല്ലേ, നീയെന്ന് വിരൽ ചൂണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ദൈവദാസൻ കൊണ്ട് തന്നെ നീയെന്ന് വിരൽ ചൂണ്ടി വിളിച്ച് നിങ്ങളുടെ വികാരം പൊങ്ങത്തില്ലേ? ഉറപ്പായിട്ടും പൊങ്ങും. സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്തൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വികാരം പൊങ്ങത്തില്ല, നിങ്ങളങ്ങ് ക്ഷമിച്ചിട്ട് പോവോ? ഇല്ല. നിങ്ങൾ ബീന സിസ്റ്ററെ വിളിച്ചിട്ട് ആ പുള്ളി മേലെ വിളിച്ചേക്കരുത്, ആ പുള്ളി എന്തോ പറഞ്ഞത്, എന്തോ സംസാരിച്ചത്. സ്തോത്രം. നമ്മൾ ഉപവാസമാണെന്നും മറക്കും, നമ്മൾ പ്രാർത്ഥനയാണെന്നും മറക്കും. ഇതെല്ലാം മറന്നിട്ട് നമ്മളെ ഫ്ലഷ് ജഡം അങ്ങോട്ട് പൊങ്ങിയിട്ട് നമ്മുടെ വിടുതലിനിരിക്കുക. അപ്പോഴാ നമ്മുടെ ഫോക്കസ് മാറി സാംബാസ്റ്റു പറഞ്ഞ വാക്കിലേക്ക് നമ്മുടെ ഫോക്കസിനെ മാറ്റി വിട്ടിട്ട് സ്തോത്രം നമ്മൾ വെച്ചിരുന്ന മുഴുവൻ വിഷയത്തെ എടുത്ത് മാറ്റിക്കളഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്തോട്ട് ഇതിന്റെ പുറകിന് നമ്മൾ അങ്ങ് പോയി. നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇതിന്റെ പുറകിൽ നമ്മൾ പോയി. അപ്പൊ നിന്റെ വിഷയമോ? അയ്യോ, വിഷയം. പിന്നെ ഈ വിഷയത്തിലോട്ട് വരാൻ പിന്നെ കുറെ സമയം എടുക്കും. സ്തോത്രം. അപ്പൊ നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ ലക്ഷ്യം
തെറ്റിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളുടെ ഫോക്കസിനെ തിരിച്ച് പിശാച് കൊണ്ടുപോയ വഴിക്കകത്ത് കൂടെ നിങ്ങളെ കൊണ്ടുപോവാം. ഇങ്ങനെ പലരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. പിന്നെ എപ്പോഴെങ്കിലും പോയി ആരെങ്കിലും പിടിച്ച് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ പിന്നെയും അടുത്തൊരു സ്ട്രാറ്റജി, ഇതിന്റെ പുറകിന് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ട്, ഇതിന്റെ പുറകിന് ഇവരങ്ങ് പോവാം. ഇങ്ങനെ വല്ലോന്റെ പിശാചിന്റെ പുറകിന് പോയി 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 ആയുസ് മുഴുവൻ തീർന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുക ദൈവമക്കളെ, നിങ്ങളുടെ മേലൊരു ദൗത്യമുണ്ട്. സ്തോത്രം. നിങ്ങളുടെ മേലൊരു ദൗത്യമുണ്ട്. ആ ദൗത്യങ്ങളെ പിശാചിന്റെ സ്ട്രാറ്റജിയുടെ മുമ്പിൽ ഹല്ലേലൂയ അടിയറ വെച്ച്, ഹല്ലേലൂയ ദൈവിക പദ്ധതി നിന്ന് മാറിപ്പോകുവാൻ വേണ്ടിയല്ല, ഇന്ന് പകൽക്കാലം ഈ ഉപവാസത്തിന്റെ 3-ാം പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഹല്ലേലൂയ പിശാച് കൊണ്ടുവരുന്ന സ്ട്രാറ്റജിക്കകത്തിൽ എന്റെ ജഡത്തിൽ ഞാൻ പോയി വീണുപോകാതെ, എന്റെ വികാരങ്ങളിൽ ഞാൻ പോയി വീണുപോകാതെ അതിനെ തിരിച്ചറിഞ്ഞ് ജയിക്കുവാൻ തക്കണം ഒരു ആത്മമണ്ഡലം എന്റെ മേലൊന്ന് തുറക്കണമേ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം ഇതിന് സ്തോത്രം 1-2 നടന്ന സംഭവങ്ങൾ ഞാൻ 1-2 കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പെട്ടെന്ന് പറയാം. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ദിവസം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യം ഇതിനോട് മാച്ച് ആവുന്നത് കൊണ്ട് ഞാൻ പറയാം. സ്തോത്രം. അദ്ദേഹം ശുശ്രൂഷ ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് തന്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതനെ താൻ ശുശ്രൂഷ ചെയ്യുന്നിടത്തെല്ലാം കൊണ്ടുപോകും. അപ്പോ അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തിൽ കൂടി വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് മറ്റേ പുള്ളിയുടെ വണ്ടി, സ്തോത്രം, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. സ്തോത്രം. കാര്യം ഇദ്ദേഹത്തിലേക്ക് എല്ലാവരുടെയും ഫോക്കസ് പോകുന്നു. അദ്ദേഹം ഒരു ശുശ്രൂഷകന, ഫോക്കസ് പോകുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നു. സ്തോത്രം. അപ്പോ അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു, അപ്പൊ ഇദ്ദേഹത്തിന് മറ്റേ ദൈവാസിന് വണ്ടിയൊന്നുമില്ല. അപ്പൊ വണ്ടി വലിയ വിലക്ക് ഇദ്ദേഹത്തിന്റെ സാഹചര്യത്തെ മുതലെടുത്ത് അങ്ങോട്ട് കൊടുത്ത്, സ്തോത്രം. അപ്പൊ പറഞ്ഞു, എന്റെ വണ്ടിയുടെ പൈസ ഇപ്പൊ എനിക്ക് വേണം, എന്റെ വണ്ടിയുടെ പൈസ ഇപ്പൊ എനിക്ക് വേണം. അദ്ദേഹം പറഞ്ഞു, വണ്ടി വേണ്ട, കൊണ്ടുപോയിക്കോ. ഇല്ല, വണ്ടിയൊന്നും കൊണ്ടുപോകത്തില്ല, വണ്ടിയുടെ പൈസ എനിക്ക് ഇപ്പൊ വേണം. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, എന്റെ തരാനില്ല. സ്തോത്രം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഒരു വലിയ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ടെംപ്റ്റ് ചെയ്യുവാൻ തക്കോണം സാഹചര്യങ്ങൾ നോക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അടുത്ത നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ വിടുതൽ വരുന്ന വഴിയാ. സ്തോത്രം. അദ്ദേഹത്തിന്റെ വീട്ടിനകത്ത് ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് വലിയ സാമ്പത്തികമായ ബുദ്ധിമുട്ടില്ല. കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാനില്ല, വീട്ടിലൊരു സാധനം മേടിക്കാനില്ല, ഒന്നുമില്ല. ഒരാൾ വന്ന് പ്രാർത്ഥിച്ചിട്ട്, സ്തോത്രം, അദ്ദേഹത്തിന്റെ ഒരു 5000 രൂപ കൊടുത്തു. സ്തോത്രം. അദ്ദേഹം നോക്കി കഴിഞ്ഞപ്പോൾ 5000 രൂപ ഉണ്ട്. അപ്പൊ വീട്ടിലെ കുഞ്ഞിന്റെ ഫീസ് കൊടുക്കാനുള്ള പൈസയായി. സ്തോത്രം. അപ്പോൾ തന്നെ സ്തോത്രം വീടിനകത്തിലെ സാധനം മേടിക്കാനുള്ള പൈസയുമായി. സ്തോത്രം. തന്റെ അമ്മയോട് പറഞ്ഞു, സ്തോത്രം, സാധനം മേടിക്കാൻ ലിസ്റ്റ് എടുത്തോ. കുറെ ദിവസം വീട്ടിൽ സാധനമില്ല, ഒന്നുമില്ല, സാധനം മേടിക്കാൻ ലിസ്റ്റ് എടുത്തോ. ദൈവം ഒരു വഴി ഒരുക്കിയതല്ലേ. സ്തോത്രം. അമ്മ ലിസ്റ്റ് എഴുതുന്ന സമയത്ത് അദ്ദേഹം പൈസ എടുത്ത് കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കാൻ, സാധനം മേടിക്കാൻ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് വണ്ടി കൊടുത്ത പഴയ സ്നേഹിതൻ വീണ്ടും വീടിനകത്തിലോട്ട് കയറി വന്നു, ബെഡ്റൂമിലോട്ട് കയറി. എന്തോ നീ ചെയ്യുന്നത്? അപ്പൊ പൈസ എണ്ണിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ആ പൈസ ഇങ്ങോട്ട് എടുത്തോളാൻ പറഞ്ഞു. സ്തോത്രം. കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചിട്ട് പറഞ്ഞു, സ്തോത്രം, നീ എനിക്ക് കാശ് തരാനുള്ളവനാ, നീ എന്റെ അടിമയാണ്, അതുകൊണ്ട് നിനക്ക് ഉപയോഗിക്കാനുള്ളതല്ല ഇത്, എന്റെ പൈസ എന്ന് പറഞ്ഞ് അദ്ദേഹം കാശും പിടിച്ചു മേടിച്ചെടുത്തോണ്ട് പോയി. നിങ്ങളടുത്ത ടെംപ്റ്റേഷൻ എന്നുള്ള വിഷയത്തെ ഞാൻ തൊടാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞൊരു പദം, കഴിഞ്ഞ കാലങ്ങളിലെ ആ വ്യക്തി ആയിരുന്നെങ്കിൽ അവൻ ബെഡ്റൂം വിടാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷേ നിസ്സഹായതയോടെ കരഞ്ഞോണ്ട് അവിടെ നിന്നു. നിസ്സഹായതയോടെ കരഞ്ഞോണ്ട് അവിടെ നിന്നു. നിസ്സഹായതയോടെ കരഞ്ഞോണ്ട്. പലപ്പോഴും നമുക്ക് ഇങ്ങനെ പല മേഖലയിൽ പ്രതികരിക്കണമെന്ന് തോന്നും. സ്തോത്രം. പ്രതികരിക്കേണ്ട, വെയിറ്റ് ആൻഡ് സീ. സ്തോത്രം. പിടികിട്ടിയോ? പ്രതികരിപ്പിക്കുക. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് പ്രതികരിപ്പിക്കുക. സ്തോത്രം. പക്ഷേ അത് നിന്നെ ഒരു പരാജയത്തിലേക്ക് കൊണ്ടിടാൻ വേണ്ടിയാ. വെയിറ്റ് ആൻഡ് സീ. സ്തോത്രം. ആ ദൈവദാസൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നു, കരഞ്ഞുകൊണ്ട് അവിടെ നടന്നു. 1 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞു. അമ്മയോട് പറഞ്ഞു, എഴുതിയ ലിസ്റ്റ് തിരിച്ചു വെച്ച് സാധനം മേടിക്കുന്നില്ല. സ്തോത്രം. എന്താ മോനെ? സ്തോത്രം. ഒന്നുമില്ല. എന്തിനാ മറ്റേ വ്യക്തി? ഒന്നുമില്ല, അത് ചുമ്മാതെ വന്നിട്ട് പോയതാ. സ്തോത്രം. പക്ഷെ ഈ മനുഷ്യൻ തേങ്ങിക്കൊണ്ടിരിക്കുക, കരഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. പലപ്പോഴും നമ്മളും ഇങ്ങനെ ജീവിതത്തിന്റെ പല മേഖലയിൽ മറുപടി പറയാല്ല ഇതുപോലെ കരയുന്നില്ലേ? സ്തോത്രം. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അടുത്ത 3 മണിക്കൂർ കഴിഞ്ഞപ്പോ അടുത്തൊരാൾ പ്രാർത്ഥിക്കാൻ വന്നു. അടുത്ത 3 മണിക്കൂർ. സ്തോത്രം. ഈ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്തൊരാൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പ്രാർത്ഥിച്ചു. സ്തോത്രം. 5000-ന് പകരം 15000 രൂപ എടുത്തു കൊടുത്തു. സ്തോത്രം. അപ്പൊ ദൈവം ഒരു കാര്യം പുള്ളിയോട് പറഞ്ഞു. സ്തോത്രം. എടാ, ആദ്യത്തെ 5 നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാ, നീ ആ ടെസ്റ്റിൽ ജയിച്ചു. പിടിച്ചു 15. സ്തോത്രം. നിങ്ങൾക്ക് പിടികിട്ടിയോ? പലപ്പോഴും ശത്രു നമ്മുടെ മുമ്പിൽ ചെറുതിട്ട് കാണിച്ചിട്ട് നമ്മളെ ടെംപ്റ്റ് ചെയ്ത് ചിലതങ്ങ് പൊളിക്കും, പ്രതികരിപ്പിക്കും. ഒരുപക്ഷെ നമ്മള് സ്വന്തം ചങ്കോട് ചേർത്ത് വെച്ച സ്നേഹിതന്മാരായിരിക്കും. നമുക്ക് പ്രതികരിച്ചില്ലെങ്കിൽ 4 പേരെ വിളിച്ച് അവൻ പറഞ്ഞത് പറഞ്ഞില്ലേ ഒരു രക്ഷയില്ല. പക്ഷേ സ്റ്റോപ്പ്, നീ ഒന്നും മിണ്ടണ്ട.
അമ്മ ചോദിച്ചു, എന്താ മോനെ പ്രശ്നം? ഒന്നുമില്ല. സ്തോത്രം. എന്തിനാവും വന്നത്? ചുമ്മാതെ വന്നിട്ട് പോയതാ. കണ്ടോ? കണ്ടോ? നിങ്ങൾ കണ്ടോ? പ്രതികരിപ്പിക്കാൻ പല മേഖലകളിൽ ശത്രു ശ്രമിച്ചു. സൈലന്റ് ആയിട്ടിരുന്നപ്പോൾ അടുത്ത 3 മണിക്കൂർ ടൈം, സ്തോത്രം, അവന് വേണ്ടി ചിന്തിച്ചതിലപ്പുറമായിട്ടുള്ള ശ്രേഷ്ഠകരമായതൊന്ന് വെളിപ്പെട്ട് വരിക, ശ്രേഷ്ഠകരമായൊന്ന് വെളിപ്പെട്ട് വരിക. ഇന്ന് ഈ പകൽക്കാലം ചില മേഖലകൾക്കകത്ത് നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ വീണുടയുന്ന മേഖല, സ്തോത്രം, ഏതൊക്കെയോ മേഖലകൾ നിങ്ങളെ ടെംപ്റ്റ് ചെയ്ത്, സ്തോത്രം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ശത്രു പ്രതികരിപ്പിച്ച് നിങ്ങൾക്ക് വിരോധമായി തന്നെ അവൻ, അല്ലെങ്കിൽ വിരോധമായിട്ടുള്ള ദൈവസന്നിധി ചെന്ന് അപവാദം പറയുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ വിടുതൽ കൊടുക്കരുതെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം നീ ചില മേഖലയിൽ സൈലന്റ് ആയിട്ടിരുന്നോട്ട് പറയണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ചില പ്രവർത്തികളെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന മണിക്കൂറുകളായി ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് നിങ്ങളോട് ശക്തമായിട്ട് പറയുന്നു, ചില മേഖലകൾ നിങ്ങളെ പ്രതികരിപ്പിക്കുവാൻ തക്കട, നിങ്ങളെ ടെംപ്റ്റ് ചെയ്യുവാൻ തക്കട ശത്രു പല മേഖല വരും. ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിച്ചോണ്ട്, കർത്താവേ, ആ ടെംപ്റ്റേഷന്റെ സ്പിരിറ്റുകളെ ജയിക്കുവാനുള്ള ഒരു അസാധാരണമായ ദൈവശക്തി എന്റെ മേലേക്ക് ആത്മാ വിട്ടുതരണമേ എന്ന് ഈ പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം, ഇന്ന് ഒരു ദിവസം നിങ്ങൾ ജയിക്കുകയല്ല, ജീവിതത്തിന്റെ പല മേഖലകൾക്കകത്ത് പലർക്കും ജയിക്കാൻ കഴിയാത്ത പല മേഖലകൾ നിങ്ങൾ ജയിച്ചു കയറാൻ പോകുക, നിങ്ങൾ ജയിച്ചു കയറാൻ പോകുക. ഇന്ന് പകൽക്കാലം കർത്താവോട് പറ, കർത്താവേ, അങ്ങനെ ജയിച്ചു കയറുവാൻ തക്കോണമുള്ള ഒരു വലിയ കൃപ ഇന്ന് പകൽക്കാലം ആത്മാവ് ഞങ്ങളുടെ മേൽ ഇട്ടു തരണമേ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക, ജയമെടുത്ത് പ്രാർത്ഥിക്കുക, ജയമെടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ ഒരു ജയം വ്യാപരിക്കുക, ജയം വ്യാപരിക്കുക. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യേശു നിങ്ങളെ പരാജയപ്പെടുത്താൻ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മാനസിക മേഖലകൾക്കകത്തിൽ, നിങ്ങളുടെ ശാരീരിക മേഖലകൾക്കകത്തിൽ ശത്രു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില സ്ട്രാറ്റജികൾ ഇന്ന് പകൽക്കാലം, അത് നിങ്ങളുടെ ബലഹീനതയാ. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവവചനം പറയുന്നു, നിങ്ങളുടെ ആ ബലഹീനതയ്ക്കകത്ത് തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി ഇന്ന് പകൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഒത്തിരി പേർക്ക് പറയാനുണ്ട്, ദൈവദാസനെ, പല മേഖലകൾക്കകത്ത് ഞാൻ പരാജയപ്പെട്ടു പോകുന്ന ഒത്തിരി മേഖലയുണ്ട്, ജയം എവിടെയെന്ന് അറിയത്തില്ല, പല വിടുതലുകളും വെളിപ്പെടാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിച്ചോ, ഹല്ലേലൂയ, നിന്റെ ബലഹീനതകളെ ചൂഷണം ചെയ്ത് ശത്രു കരങ്ങളിലെടുത്ത് മുതലെടുപ്പ് നടത്തുമ്പോൾ, ഇന്ന് പകൽക്കാലം മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശത്രുവിനെ അവന്റെ രഹസ്യ അറകൾക്കകത്ത് തന്നെ അറസ്റ്റ് ചെയ്യുവാൻ തക്കോണ ദൈവാത്മാവ് നിങ്ങളുടെ പേര് ഒരു അഭിഷേകത്തെ പകരുക, ഒരു കൃപയെ പകരുക. പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചോ ഇന്ന് പകൽക്കാലം. സ്തോത്രം, ഹല്ലേലൂയ. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവരാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്തിൽ പതിയിരുന്ന, മറഞ്ഞിരുന്ന്, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ വിടുതലുകളെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ശക്തികളെ ഇന്ന് പകൽക്കാലം രഹസ്യ അറകൾക്കകത്ത് കയറി നീ അറസ്റ്റ് ചെയ്ത് യേശുവിന്റെ നാമത്തിൽ അതിന്റെ മേൽ ഇന്ന് പകൽക്കാലം ഒരു ജയമെടുക്കുന്ന, അവൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവന്റെ തന്ത്രങ്ങൾ, അവന്റെ സ്ട്രാറ്റജികളുടെ മേൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ജയമെടുക്കാൻ പറ്റും? ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ജയമെടുക്കാൻ പറ്റും? യേശുവിന്റെ നാമത്തിൽ ജയത്തിന് കുതിര വ്യർത്ഥമാ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ ജയമെന്ന് പറയുന്നത്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, ഇത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ. സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ നന്ദി പറയും. ഇന്ന് പകൽക്കാലം ചില മേഖലകളെ, ശത്രുവിന്റെ ചില സ്ട്രാറ്റജി, മറഞ്ഞിരിക്കുന്ന ചില മേഖലകളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പൊളിച്ചു കളയാൻ പോകുന്നതിനായി സ്തോത്രം, പൊളിച്ചു കളയാൻ പോകുന്നതിനായി സ്തോത്രം, പൊളിച്ചു കളയാൻ പോകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ നാളുകളായി പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ചില മേഖലയെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പൊളിച്ചു കളയാൻ പോകുക. സ്തോത്രം. ശ്രദ്ധിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. യേശു 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യത്തെ യേശുവിനെതിരെയുള്ള ടെംപ്റ്റേഷൻ, പരീക്ഷ എന്ന് പറയുന്നത്, സ്തോത്രം, അല്ലെങ്കിൽ ഒരു പരീക്ഷണം എന്ന് പറയുന്നത്, സ്തോത്രം, ടെംപ്റ്റ് ചെയ്തു എന്നാണ് ഇംഗ്ലീഷ് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. സ്തോത്രം, ടെംപ്റ്റേഷൻ കാണുന്നു. ഹല്ലേലൂയ. എന്താണെന്നറിയോ? യേശുവിന് വിശന്നു. പക്ഷെ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. യേശുവിന് വിശന്നു, യേശുവിന് ആഹാരം വേണം. യേശുവിന് എന്താ ഈ കല്ലിനെ അപ്പമാക്കാൻ പറ്റത്തില്ലയോ? പറ്റും. പക്ഷേ ഇവിടെ ചെയ്യത്തില്ല കർത്താവ്. പിടികിട്ടിയോ നിങ്ങൾക്ക്? ഇവിടെ ചെയ്യത്തില്ല, ഇവിടെ ചെയ്യത്തില്ല. ഇവിടെ പറഞ്ഞത് ആരാണെന്നുള്ളതാണ് വിഷയം. പിടികിട്ടിയോ നിങ്ങൾക്ക്? പറഞ്ഞത് ആരാണ്? സ്തോത്രം, ഹല്ലേലൂയ. പറഞ്ഞത് ആരാണ്? സ്തോത്രം. പക്ഷേ ഒരു വലിയ പുരുഷാരം, സ്തോത്രം, ആഹാരമില്ലാതിരുന്നപ്പോൾ വെറും 5 അപ്പവും 2 മീനും എടുത്ത് യേശു അതിനെ വർദ്ധിപ്പിച്ച് 5000 പേർക്ക് കൊടുത്തു.
സ്തോത്രം. നിസ്സഹായതയും ആവശ്യഭാരത്തോടും നിൽക്കുന്ന മേഖല യേശു അത്ഭുതം ചെയ്തു. പക്ഷെ പിശാചു പറഞ്ഞു യേശുവിന്റെ സ്വന്തം ആവശ്യത്തിന് കല്ലപ്പമാക്കി തീർക്കാൻ പറഞ്ഞു. യേശു ചെയ്തില്ല. ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, പറഞ്ഞതാര്? സാഹചര്യം എന്ത്? ഇതിനെ യേശു വിവേചിച്ചു. പിടികിട്ടിയോ നിങ്ങൾക്ക്? ഇന്ന് പകൽക്കാലം പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ആര് പറയുന്നു? സാഹചര്യം എന്താ? ഇതിനെ വിവേചിക്കണം ആത്മാവിൽ. സ്തോത്രം. ഇവിടെ ഈ കല്ലിനെ അപ്പമാക്കി തീർത്താല്, സ്തോത്രം, പിശാചു പറഞ്ഞ അവന്റെ അടിമത്തത്തിലേക്ക് യേശു മാറിപ്പോവുകയാണ്. അടുത്ത 2 പരീക്ഷണങ്ങളിലും അത് തന്നെയാണ് അവൻ ചെയ്യുന്നത്. പക്ഷേ ആ മേഖലകളിലൊന്നും പിശാചു പറഞ്ഞു ഒരു വാക്കിനെയും യേശു, ഹല്ലേലൂയ, സ്തോത്രം, ചെവി കൊടുക്കാൻ പോയില്ല. അതിനെ മുഴുവൻ വചനം കൊണ്ട് ജയിച്ചിട്ട് 3ാമത്തെ പരീക്ഷയും തികച്ചു കഴിഞ്ഞപ്പോൾ യേശു അടുത്ത് പറയുന്ന ഒരു പദമുണ്ട് കേട്ടോ. സ്തോത്രം. പിശാചെ മാറി നിൽക്കും. പിടികിട്ടിയോ നിങ്ങൾക്ക്? സ്തോത്രം. നമ്മൾ നോക്കുമ്പോ യേശു വന്നിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, മുടന്തനെ സൗഖ്യമാക്കുന്നു, കുരുടന് കാഴ്ച കൊടുക്കുന്നു. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഈ അത്ഭുതങ്ങളെല്ലാം യേശു ചെയ്തു തുടങ്ങുന്നതിന് മുമ്പേ ഇപ്പുറത്ത് യേശുവും പിശാചും പരീക്ഷകനും മാത്രമുള്ള ഒരു സാഹചര്യത്തിൽ ഇവരെ ജയിച്ചിട്ട പബ്ലിക് മിനിസ്ട്രിയിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് പിടികിട്ടിയോ? സ്വതന്ത്രം. ഇവനെ ജയിച്ചിട്ട പബ്ലിക് മിനിസ്ട്രിയിലേക്ക് വരുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമ്മുടെ രഹസ്യ മേഖലകളെ ഒന്നും, നമ്മുടെ വീടിനെ നമുക്ക് ജയിക്കാൻ പറ്റുന്നില്ല, വീടിനകത്തുള്ള വ്യക്തികളെ ജയിക്കാൻ പറ്റുന്നില്ല, പല മേഖലകളിൽ പലതിനെയും ജയിക്കാൻ പറ്റാൻ നിൽക്കുമ്പോൾ നീ പബ്ലിക്കായിട്ടൊരു മിനിസ്ട്രിയിലേക്ക് ഇറങ്ങി പലതിനെ ശാസിക്കും. പിശാച്, നീ എന്റെ അടിമത്തത്തില, ഇന്നലകളിൽ നിന്നെ ഞാൻ ജയിച്ചിട്ടിരിക്കുക. പക്ഷെ ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ചറിഞ്ഞ ആത്മാവിൽ പറയണം, ഹല്ലേലൂയ, പിശാച് നീ എന്നെ ജയിക്കുവരില്ല, ഞാൻ നിന്നെ ജയിച്ചു. യെസ്, ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ചില പൈശാചിക സ്ട്രാറ്റജികളെ, തന്ത്രങ്ങളെ ഇന്ന് പകൽക്കാലം ജയിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ആത്മാവിൽ കരുത്ത് തരുന്ന ഒരു അഭിഷേകം ഈ പകൽക്കാലം ചിലരുടെ മേൽ വീഴട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം. ഈ പലയിടത്തും നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ? പലയിടത്തും നമ്മൾ പരാജയപ്പെടുവാനുള്ള കാരണം നമ്മുടെ പ്രതികരണങ്ങളാണ്. നമ്മുടെ പ്രതികരണങ്ങൾ, ദൈവഹിതമില്ലാത്ത പ്രതികരണങ്ങൾക്ക് വേണ്ടി പിശാച് നമ്മളെ, ഹല്ലേലൂയ, പ്രലോഭിപ്പിക്കും. സ്തോത്രം. പക്ഷേ ആ പ്രലോഭനങ്ങൾക്കകത്ത് നിങ്ങൾ വീണാൽ നിങ്ങൾ അവന്റെ അടിമത്തത്തിനകത്തിലായി. സ്തോത്രം. ഇന്നു പകൽക്കാലം ആ മേഖലകൾ നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ സൂപ്പർ നാച്ചുറലായിട്ട് ജയത്തിലേക്ക് കയറാൻ പോകുക. സൂപ്പർ നാച്ചുറലായിട്ട് നിങ്ങൾ ജയത്തിലേക്ക് കയറാൻ പോകുക യേശുവിന്റെ നാമത്തില്. സ്തോത്രം. വരുന്ന സ്പിരിറ്റിനെ നിങ്ങൾ ആത്മാവിൽ തിരിച്ചറിയാം. ഞാൻ ഇന്നലെ രാത്രി നടന്നൊരു സംഭവം പറയാം. ഞങ്ങള്, സ്തോത്രം, ഒരു ക്യാമ്പ് ഏരിയയില്, സ്തോത്രം, ഞങ്ങളുടെ 1-2 സഹോദരന്മാരെ കാണാൻ വേണ്ടി പോയി. സ്തോത്രം. ഞങ്ങൾ അവിടേക്ക് ചെല്ലുമ്പോൾ, സ്തോത്രം, ഞങ്ങളുടെ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു, ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തു. സ്തോത്രം. ഈജിപ്ഷ്യനായ ഒരു മനുഷ്യൻ ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തപ്പോഴേ അവൻ വന്നിട്ട് ഭയങ്കരമായിട്ട്, ഞങ്ങളുടെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല, അതാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ചൂടാന്ന് പറയും. ഞങ്ങൾ വണ്ടി അവിടെ നിന്ന് എടുത്ത് മാറ്റി. സ്തോത്രം. അപ്പൊ നോക്കിയോണെ, ചില സഹോദരങ്ങളെ കാണാൻ വേണ്ടി ചെല്ലുക, വണ്ടി അവിടെ നിന്ന് എടുത്ത് മാറ്റി. സ്തോത്രം. ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. സ്തോത്രം. അടുത്തൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തു. അത് അവന്റെ അല്ല, അവനോട് യാതൊരു ബന്ധവുമില്ല. അവൻ അവിടുന്ന് ഇറങ്ങി വന്നിട്ട്, സ്തോത്രം, ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ നോക്കിക്കേ, അവിടെ വന്നിട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. സ്തോത്രം. ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. സ്തോത്രം. ഞങ്ങൾ പിന്നെ അവരുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പതുക്കെ വണ്ടിയൊക്കെ മാറ്റി എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ സൈലന്റ് ആയി നിന്നപ്പോൾ ഞങ്ങളുടെ സഹോദരന്മാരുടെ ഞാൻ പറഞ്ഞു, സ്തോത്രം, സ്തോത്രം. അപ്പൊ എന്നോട് ഇവർ പറഞ്ഞു, പാസ്റ്ററെ, അവിടെ അങ്ങനെ നിയമമൊന്നുമില്ല, അവൻ അങ്ങനെ പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, സ്തോത്രം, അവനല്ല പ്രശ്നം, അവൻ വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. നമ്മൾ എന്തിനാ വന്നത്? സ്തോത്രം. നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? സ്തോത്രം. ഇവിടെ വന്നത് ചിലരെ കർത്താവിന് വേണ്ടി നേടാൻ വേണ്ടിയാ. പക്ഷേ അതിനകത്തിൽ അത് തിരിച്ചറിഞ്ഞൊരു അന്ധകാര മണ്ഡലമുണ്ട്. നിങ്ങൾക്ക് പിടികിട്ടിയോ? അത് തിരിച്ചറിഞ്ഞൊരു അന്ധകാര മണ്ഡലമുണ്ട്. ഈ അന്ധകാര മണ്ഡലം, സ്തോത്രം, ഹല്ലേലൂയ, ഒരു വ്യക്തിയെ കരങ്ങളിലെടുത്ത്, ഒരു വ്യക്തിയുടെ ശരീരത്തെ കരങ്ങളിലെടുത്ത്, ഒരു വ്യക്തിയുടെ വികാരത്തെ കരങ്ങളിലെടുത്ത്, സ്തോത്രം, നമുക്കെതിരെ പ്രകോപനങ്ങളെ അഴിച്ചുവിടുമ്പോൾ ഇന്ന് പകൽക്കാലം ആത്മമണ്ഡലത്തിൽ നിങ്ങൾ അതിനെ ജയിക്കാൻ തയ്യാറാണെങ്കിൽ, അതിനെ വിവേചിക്കാൻ തയ്യാറാണെങ്കിൽ, അടുത്തൊരു ജയം നിങ്ങൾക്ക് ഉറപ്പാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഏതെങ്കിലും ജീവിത മേഖലകൾക്ക് എതിരെ ശത്രുവിന്റെ ഏതെങ്കിലും സ്ട്രാറ്റജിയുമായിട്ട് അവൻ കടന്നു വരുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം നിങ്ങൾ ആത്മാവിൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം, അടുത്തേതൊക്കെയോ മേഖലകളിൽ നിങ്ങൾക്ക് വമ്പൻ ജയത്തെ വരുന്നുണ്ട്. പക്ഷെ ആ മേഖല നിങ്ങൾക്ക് മറഞ്ഞിരിക്കുകയായിരിക്കും. പക്ഷെ ഈ മേഖലയെ ജയിച്ചാൽ ആ മേഖല നിങ്ങൾക്ക് തുറക്കാൻ പോകുക.
യെസ്, ഇന്ന് പകൽക്കാലം ചില മേഖലകൾ തുറക്കുവാൻ തക്കവണ്ണം സ്തോത്രം, ശത്രു കൊണ്ടുവന്ന സ്ട്രാറ്റജികളുടെ മേൽ ഇന്ന് പകൽക്കാലം നീ ജയിക്കുവാൻ തയ്യാറാണെങ്കിൽ നീ പോലും അറിയാത്ത സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവത്തിന്റെ ചില മേഖലകളെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തുറന്നു തരാൻ പോകുക. ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറായി? ഈ ഉപവാസ പ്രാർത്ഥന മൂന്നാം പകൽക്കാലം ആത്മമണ്ഡലങ്ങളെ തിരിച്ചറിയാൻ, ആത്മമണ്ഡലങ്ങളെ തിരിച്ചറിയാൻ, ആത്മമണ്ഡലങ്ങളെ തിരിച്ചറിയാൻ, ആത്മമണ്ഡലങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിച്ചോ. ആത്മമണ്ഡലങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകാൻ പോകുക. ഇന്നലകളിൽ വരെ നിങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്ന ശത്രുവിന്റെ സ്ട്രാറ്റജികളുടെ മേൽ ഈ പകൽക്കാലം ആത്മമണ്ഡലത്തിനു ജയം. ഓ റവന സിയാരകൾ കെട്ടി റീമന ഷുഡിയാരകൾ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില ദുർദിവസങ്ങളെ എതിർപ്പാൻ, ചില ദുർദിവസങ്ങളെ എതിർപ്പാൻ, അല്ലെ നിങ്ങൾക്കെതിരെ വരുന്ന ചില ദുർദിവസങ്ങളെ എതിർപ്പാൻ ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ അസാധാരണമായ ഒരു കൃപയെ ദൈവാത്മാവ് പകരുക, ദൈവാത്മാവ് പകരുക, ദൈവാത്മാവ് പകരുക. സ്തോത്രം, ദൈവാത്മാവ് പകരുക, ദൈവാത്മാവ് പകരുക ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറഞ്ഞൊരു പദമുണ്ട്, ദുർദിവസങ്ങളെ എതിർത്ത് നിൽപ്പാൻ. ദുർദിവസത്ത് ഉറച്ചു നിൽക്കണം, എങ്കിലേ ശത്രുവിന്റെ തന്ത്രങ്ങളെ എതിർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾ വിശ്വാസം എന്ന് പരിചയപ്പെടുത്തി പിടിക്കണം. എന്താ ദുർദിവസം? ഈ വിഷയത്തെ ഒന്ന് തൊടാൻ പോകും. എന്താ ദുർദിവസം? എങ്ങനെ ഇവിടെ ഉറച്ചു നിൽക്കാൻ പറ്റുന്നത്? ഉറച്ചു നിന്ന വിജയം നിങ്ങൾക്ക് ഉറപ്പാ, ഉറച്ചു നിന്ന വിജയം നിങ്ങൾക്ക് ഉറപ്പാ. സ്തോത്രം. പക്ഷെ എങ്ങനെ ഉറച്ചു നിൽക്കാൻ പറ്റും? ഈ വിഷയത്തെ തൊടാൻ പോകുന്നത്. സ്തോത്രം. നമ്മൾ ഈ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, സ്തോത്രം, അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അതിന്റെ 12 മുതൽ ഞാൻ വായിക്കാം. സ്തോത്രം. 12 മുതലുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ഞങ്ങളെ വിടേണം എന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. അടുത്ത വാക്യം നിങ്ങൾ കേട്ടു, 14-ാമത്തെ വാക്യം, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. ഈ ദുർദിവസത്തെ ഒന്ന് തൊടാൻ പോകുക. നിങ്ങൾ നോക്കിക്കോ, 14-ാം അധ്യായത്തില് ഈ ജനത്തെ ദൈവം, സ്തോത്രം, മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരിക. ഇപ്പൊ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ ചെങ്കടലിന്റെ മുമ്പിലേക്ക് ഇവരെ ഇങ്ങനെ നടത്തിക്കൊണ്ട് വന്നതിന്റെ പിൻപില് ദൈവത്തിന് ഭയങ്കര പദ്ധതിയുണ്ട്. എന്താ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ദൈവത്തിന് അറിയാം. ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിനകത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കും. നിങ്ങൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അവന്റെ ഉള്ളം കരങ്ങളിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളാണ്. സ്തോത്രം. അവന്റെ മാസ്റ്റർ പ്ലാനിനകത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ശത്രുവിന് എന്റെ ദൈവം നിങ്ങളെ ഇട്ടുകൊടുക്കത്തില്ല എന്നുള്ള ഒരു വലിയ ബോധ്യം ഇന്ന് പകൽക്കാലം നിങ്ങളെ ഭരിക്കണം. സ്തോത്രം. ഏത് തീച്ചൂളയുടെ അനുഭവം വന്നാലും തീക്കകത്തിൽ 4-ാമനായി ഇറങ്ങി വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ഒരു ബോധ്യം ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുണ്ടെങ്കിൽ, പെരുവെള്ളം കവിഞ്ഞു വരും, പക്ഷേ അത് നിങ്ങളെ മുക്കിക്കളയത്തില്ല. സ്തോത്രം. തീയുടെ ശോധനയിൽ കൂടി ഒരുപക്ഷെ കടക്കേണ്ടി വരും, പക്ഷേ അത് നിന്നെ ദഹിപ്പിച്ച് കളയത്തില്ലെന്നുള്ള ഒരു വലിയ ബോധ്യം. നിങ്ങളുടെ ദൈവം ആരാണെന്നോ, നിങ്ങളും ദൈവവും നമ്മുടെ ബന്ധം എന്താണെന്നോ ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ് ആ ഒരു ഉറപ്പിൽ നിങ്ങൾ നിൽപ്പാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ചില വിഷയങ്ങളെ നിങ്ങൾ ജയിച്ചിരിക്കും. നിങ്ങൾ വാഗ്ദത്തങ്ങളിലേക്ക് കടന്നിരിക്കും. വാഗ്ദത്തങ്ങൾ നിങ്ങൾ നേടിയെടുത്തിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജനത്തിന്റെ മുമ്പിൽ ഇപ്പോൾ 2 പ്രതിസന്ധികളാണ്. ദുർദിവസം 2 പ്രതിസന്ധികൾ. ഒന്ന്, മുൻപിലുള്ള വഴി മുഴുവൻ അടഞ്ഞു. സ്തോത്രം. മുൻപിൽ നിൽക്കുന്ന ചെങ്കടല, വഴി അടഞ്ഞു. പിൻപില് ഇന്നലകളിൽ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫറവോനും അവന്റെ സൈന്യവും പിറകി വരികയാണ്. പക്ഷെ ഈ ഫറവോനെയും സൈന്യത്തെയും പിറകി കൊണ്ടുവരുന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. മുൻപിൽ നിൽക്കുന്ന ചെങ്കടലിനും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. സ്തോത്രം. നിന്റെ മുൻപിലും പിൻപിലും വന്നിരിക്കുന്ന പല പ്രതിസന്ധികൾക്കും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് നിന്നെ തകർക്കാനല്ല, നിനക്ക് വേണ്ടി അതിനകത്തിൽ സൂപ്പർ നാച്ചുറൽ വഴി തുറക്കുമ്പോൾ തന്നെ ശത്രുവിന് അത് ന്യായവിധിയുടെ വഴിയായി മാറാൻ പോവുകയാണ്. പക്ഷേ ഇത് ആത്മമണ്ഡലത്തെ തിരിച്ചറിയണം. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ പല വഴികൾ അടഞ്ഞ് ദൈവദാസന് ഒരു വഴി ഞങ്ങളുടെ
മുമ്പിൽ തുറക്കാതെ ഞാൻ ചില പ്രതിസന്ധിയുടെ മുൻപിലാണ് നിൽക്കുന്നത്. ആരെങ്കിലും ഇന്ന് പകൽക്കാലം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു ദൈവിക ആലോചനയുണ്ട്. അതിനകത്ത് നീ പ്രതീക്ഷിക്കാത്തൊരു വഴി തുറക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാ നീ സേവിക്കുന്നത്. ആ പ്രതിസന്ധി നിന്നെ തകർക്കത്തില്ല. ആ പ്രതിസന്ധിയെ നീ ഓവർകം ചെയ്ത് പുറത്തു വരുന്ന ഒരു ദൈവത്തിന്റെ അത്ഭുതം ദൈവം നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അതിനകത്ത് തകരത്തില്ല, അതിനകത്തിൽ അവസാനിക്കത്തില്ല, അതിനകത്ത് ഇല്ലാതാവത്തില്ല. യേശുവിന്റെ നാമത്തിൽ അതിനെ നീ ജയിക്കുക തന്നെ ചെയ്യും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഞാൻ ഈ വചനവും ഈ ദൂതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ ദൈവാത്മാവ് എന്നോട് കർത്താവ് ശക്തമായിട്ട് പറയുന്നു, ചിലരെ ചില വിഷയങ്ങൾക്കകത്ത് ജയിപ്പിക്കാൻ പോവുക. കഴിഞ്ഞ നാളുകളായി നീ പരാജയപ്പെട്ടുകൊണ്ട് ചില മേഖലകളിൽ ദൈവം ചിലതിനെ ചില മേഖലകൾക്കകത്ത് ജയിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ആത്മാവിനോട് പറയുന്നത് ദൂതി ഞാൻ കൈമാറാം. ഹല്ലേലൂയ. കഴിഞ്ഞ 40 വർഷമായി ജയിക്കാതെ പരാജയപ്പെട്ട് കിടന്ന ഒരു മേഖലയിൽ നിന്ന് ഹല്ലേലൂയ മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പൊക്കിയെടുത്തോണ്ട് ദൈവം കൊണ്ടുവന്നു. ഹല്ലേലൂയ. 40 ലക്ഷത്തോളം വരുന്ന ജനത്തെ ഹല്ലേലൂയ മുൻപോട്ട് ലീഡർഷിപ്പിൽ നിന്ന് നയിക്കുവാൻ തക്കണം, മുൻപോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്ന സാഹചര്യത്തെ മുൻപോട്ട് നയിച്ചുകൊണ്ട് പോകുവാൻ തക്കണം ഒരു മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്ത് ഉപയോഗിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം മുൻപോട്ട് ദൈവദാസനെ പോകാൻ പറ്റത്തില്ല, ഞാൻ ഒറ്റയ്ക്കിനി മുമ്പോട്ട് തുഴഞ്ഞ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ചിലരോട് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ദൂത് കൈമാറുന്നു. നിന്നെ തന്നെ ദൈവം ഹല്ലേലൂയ ചില മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് ചില ദൈവപ്രവൃത്തി നിന്നിൽ കൂടെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്തെടുക്കാൻ പോകുക. ഈ ഉപവാസത്തിൽ നിങ്ങൾ ഏത് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്കറിയത്തില്ല, പക്ഷെ ദൈവാത്മാവ് ഇങ്ങനൊരു ദൂത് കൈമാറാൻ പറയുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിലതിനെ ദൈവം ഹല്ലേലൂയ ചില ശത്രുവിന്റെ സ്ട്രാറ്റജികൾക്ക് എഴുന്നേൽപ്പിച്ച് മുൻപിൽ കൊണ്ട് നിർത്തി ഹല്ലേലൂയ ശക്തമായിട്ട് നിന്നിൽ കൂടെ ശക്തമായ ചില ദൈവപ്രവൃത്തികളെ നിന്റെ വീടിനകത്തിൽ ചെയ്യുവാൻ, അല്ലെ നിന്റെ കുടുംബത്തിനകത്ത് തലമുറകളുടെ മേൽ നിന്റെ ചില വിഷയങ്ങൾക്കകത്ത് ചെയ്യുവാൻ ദൈവത്തിന് ഇന്ന് പകൽക്കാലം പദ്ധതികളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഉറാമന ശംദലാദകൾ കെട്ടി റിമനിയാദകൾ കെട്ടിയ റമാനകഷുടിയ രകൾ കെട്ടിയ നീ പരാജയപ്പെട്ട് കിടക്കുന്ന മേഖലയിൽ ഇന്ന് പകൽക്കാലം കർത്താവ് നിന്നെ പുറത്തെടുക്കാൻ പോവുക, കർത്താവ് നിന്നെ പുറത്തെടുക്കാൻ പോവുക. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. കഴിഞ്ഞ 40 വർഷം മോശയുടെ ദുർദിനങ്ങളായിരുന്നു. മുൻപോട്ട് പോകാൻ വഴികളൊന്നുമില്ല, സാഹചര്യങ്ങളൊന്നുമില്ല, പ്രത്യാശിക്കാൻ യാതൊരു സാഹചര്യമില്ല. പക്ഷേ പെട്ടെന്ന് അവൻ പോലും പ്രതീക്ഷിക്കാതെ ഒരു ദൈവിക എൻകൗണ്ടർ വെളിപ്പെടുക, ഒരു ദൈവിക എൻകൗണ്ടർ വെളിപ്പെടുക, അവന്റെ ഡെസ്റ്റിനിയെ തിരിപ്പിക്കുന്ന എൻകൗണ്ടർ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ചിലരുടെ ഡെസ്റ്റിനികളെ തിരിപ്പിക്കുന്ന ചില എൻകൗണ്ടറുകൾ ഇനി സാധ്യതയില്ലെന്ന് പറയുന്ന ചില മേഖലകളിൽ ദൈവം ചില സാധ്യതകളുമായിട്ട് ഇറങ്ങാൻ പോവുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. കർത്താവിനോട് ശക്തമായിട്ട് ഇതിനകം നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ മേലെ ഒരു അഭിഷേകത്തിന്റെ നിയോഗങ്ങൾ വീഴുക. എന്തിനാണെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ കഴിവുണ്ടായിരുന്ന മോശ ഇപ്പോൾ കഴിവ് മുഴുവൻ നശിച്ച് ഹല്ലേലൂയ സ്തോത്രം തടിച്ച നാവുള്ളവനായി ഹല്ലേലൂയ അവന്റെ ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് ഞാൻ ഇന്ന് പകല് എന്തോ പരിശുദ്ധാത്മാവിനോട് ഭയങ്കരമായിട്ട് ഇടപെടുന്നു, കണക്ട് ആവുന്നു. സ്തോത്രം, ദൈവാത്മാവിനോട് പറയുന്നു. സ്തോത്രം, നിങ്ങൾ നോക്കിക്കേ. സ്തോത്രം, ഭയങ്കരമായിട്ട് ഈ പറയാൻ പോകുന്നത് ഭയങ്കരമായിട്ട് ദൈവാത്മാവിനോട് ഇടപെടുന്നു കേട്ടോ. എനിക്കറിയത്തില്ല ആരോട് സംസാരിക്കാൻ പോകും ദൈവാത്മാ. സ്തോത്രം, ഒരു കമ്പനിയിൽ ഒരാളിനെ ജോലിക്ക് എടുക്കണം. എന്തിനാ പോട്ടെ, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഫീൽഡ് ഞാൻ പറയാം. സ്തോത്രം, ഒരു നേഴ്സിനെ ഒരു ജോലിക്ക് എടുക്കണമെങ്കിൽ എക്സ്പീരിയൻസിൽ ബ്രേക്ക് വന്നാൽ പിന്നെ എടുക്കുവോ? ഇല്ല. പിന്നെ അവര് പോയി വീണ്ടും എക്സ്പീരിയൻസ് എടുത്ത് എക്സ്പീരിയൻസ് കണക്ട് ആയെങ്കിൽ മാത്രമേ പിന്നെ അവർ എടുക്കത്തുള്ളൂ. സ്തോത്രം, എക്സ്പീരിയൻസ് ബ്രേക്ക് ആയി എങ്ങും എടുക്കത്തില്ല. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, കഴിഞ്ഞ 40 വർഷം അല്ലെങ്കിൽ ഫറവോന്റെ കൊട്ടാരത്തിൽ ആദ്യം നിന്ന സമയമായിരുന്നെങ്കിൽ അവന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. യുദ്ധത്തിന്റെ എക്സ്പീരിയൻസ്, ഫറവോന്റെ കൊട്ടാരത്തിലുള്ള സ്ട്രാറ്റജിയും പഠിച്ച എക്സ്പീരിയൻസ്, ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 40 വർഷമായി കിടന്ന എക്സ്പീരിയൻസ് മൊത്തം പോയി. പിടികിട്ടിയോ? എക്സ്പീരിയൻസ് മൊത്തം പോയി. സ്തോത്രം, ഒരു എക്സ്പീരിയൻസും ഇപ്പോ ഇല്ല. പക്ഷേ എക്സ്പീരിയൻസ് പോയി തകർന്നു കിടക്കുന്ന മോശയോട് ദൈവം പറയാ, വാ, ഞാൻ നിന്നെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് അയക്കാൻ പോകുക, എനിക്ക് എന്റെ ദൗത്യത്തിന് നിന്നെ ആവശ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ചിലർ പറയുന്നു, ദൈവദാസനെ ഹല്ലേലൂയ സ്തോത്രം, കഴിഞ്ഞ ചില നാളുകളെ ഞാൻ പല വിഷയത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നു, എന്റെ മുമ്പിൽ ഭാവിയുടെ വഴികൾ അടഞ്ഞു, ലോകപ്രകാരം ഒരു സാധ്യതയില്ല. പക്ഷേ ദൈവം നിന്നോട് പറയുന്നു, വാ, ഹല്ലേലൂയ, ഞാൻ നിന്നെ അയക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചിലരെ ദൈവാത്മാവ് ചില ഇരുട്ടിന്റെ അധികാരത്തിൽ
ജീവിതത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ദൈവം പറയുന്നു ചില മേഖല നിനക്ക് പോകാൻ പറ്റുന്നില്ല, പക്ഷെ ദൈവം പറയുന്നു ഞാൻ നിന്നെ അയക്കാം, എന്റെ ബലം ഞാൻ നിന്റെ മേൽ പകരാം. ചില ബലഹീനതകൾക്കകത്തിന് അല്ലേല് ചില ബലഹീനതകൾക്കകത്തിന് യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ബലത്തെ ദൈവം നിന്റെ മേൽ പകർന്നിട്ട് ഇന്ന് പകൽക്കാലം കട്ടായിപ്പോയ എക്സ്പീരിയൻസുകൾക്കകത്തിന് ദൈവത്തിന് ഇതൊരു വിഷയമല്ല. യെസ്, ആ ഒരു പദം കയറി വന്നുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബോധ്യം ലഭിക്കുന്നു. എവിടൊക്കെ എക്സ്പീരിയൻസുകൾ നഷ്ടപ്പെട്ട് ഭാവിയുടെ വഴികൾ അടഞ്ഞു നിൽക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മ പറയുന്നു. സ്തോത്രം, എക്സ്പീരിയൻസ് ദൈവത്തിനൊരു വിഷയമല്ല. സ്തോത്രം, ദൈവത്തിനൊരു പ്രവൃത്തി ചെയ്യാൻ ആരംഭിച്ചാൽ നിന്റെ എക്സ്പീരിയൻസ് ഒരു വിഷയമല്ല. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. എനിക്ക് കൃപ തോന്നണമെന്നുള്ളവനോട് ഞാൻ കൃപ തോന്നുന്ന ദൈവമാ. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്ന ഒരു ദൈവമാ. ഇന്ന് പകൽക്കാലം ഏതൊക്കെയോ മേഖലകൾ ആരുടെയൊക്കെ ജീവിതത്തിനകത്തിൽ പരാജയങ്ങൾ മാത്രം കണ്ട് ഇനി മുൻപോട്ട് പോകാൻ ലോകപ്രകാര സാധ്യതകൾ ഇല്ലാത്തടത്ത് ഈ പകൽക്കാലം ദൈവം ഒരു ദൂത് കൈമാറുന്നു. ദൈവത്തിന്റെ ഒരു സാധ്യത നീയുമായിട്ട് കണക്ട് ആകാൻ പോകുന്നു. വിശ്വസിച്ചോ. ആരുടെയൊക്കെ ലൈഫിനകത്ത് ദൈവത്തിന് ചില സാധ്യതകൾ ചിലരുമായിട്ട് കണക്റ്റഡ് ആകാൻ പോകുന്നു. വിശ്വസിക്കാൻ പറ്റുന്നവർ ആമേൻ പറഞ്ഞോ. ദൈവത്തിന്റെ സാധ്യത, നിന്റെ സാധ്യതകൾ കട്ടായി കിടക്കുന്നിടത്ത്, ദൈവത്തിന് ചില സാധ്യതകൾ നീയുമായിട്ട് കണക്റ്റഡ് ആകാൻ പോകുന്നു. നീ ചില മേഖലകൾ നിന്റെ ഡെസ്റ്റിനേഷനുകളെ തിരിക്കാൻ പോകും ദൈവം. ഇന്ന് കിടക്കുന്ന പരാജയങ്ങൾ ദൈവം മാറ്റാൻ പോകുന്നു. പരിശുദ്ധ ശക്തമായിട്ട് ഒരു ദൂത് കൈമാറുന്നു. ഇന്ന് നിങ്ങൾ കിടക്കുന്ന അവസ്ഥകളെ ദൈവം മാറ്റി പുതിയ ചില അവസ്ഥകളിലേക്ക് ദൈവം കൊണ്ടുവരാൻ പോകുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു പറയത്തക്ക നിലവാരത്തിലുള്ള ഒരു ദൈവപ്രവൃത്തി ചിലർക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ആത്മാവിനെ റിലീസ് ചെയ്യാം. സ്തോത്രം. എവിടൊക്കെ ലോക്കായി കിടക്കുന്ന ചിലരെ, ശത്രു എവിടൊക്കെയോ ലോക്ക് ചെയ്തിട്ട് ചിലരെ ഇന്ന് പകൽക്കാലം ദൈവാത്മ തിരിച്ചെടുക്കാൻ പോവുക. ലോക്ക് ചെയ്തിട്ട് ചിലതിനെ യെസ്, ഞാനിത് പറയുമ്പോൾ ഒരു ദൂത് കണക്ട് ആവുക. സ്തോത്രം. ഈ ഉപവാസ പ്രവർത്തനം ഭയങ്കരമായിട്ട് ചിലർക്ക് വിടുതലായി മാറാൻ പോവുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഈ മോശെ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഈ സഹോദരന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ജനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ദൈവമക്കൾക്ക് വേണ്ടി ദൈവം അപ്പോയിന്റ് ചെയ്ത വ്യക്തിയായിരുന്നു. പക്ഷേ 40 വർഷം ഇരുട്ടിന്റെ അകത്തേക്ക് ഈ മനുഷ്യൻ ഓടാൻ കാര്യം ഇവര് തന്നെയായിരുന്നു. ദുർദിവസം എന്ന വിഷയത്തെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. സ്തോത്രം. പലപ്പോഴും നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിലേക്ക് തള്ളിക്കളയുന്നത്, സ്തോത്രം, പുറത്തുനിന്ന് ആരുമല്ല, നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ. സ്തോത്രം, നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ. സ്തോത്രം. എന്നെ ചില നാളുകൾക്ക് മുമ്പേ ഒരാൾ വിളിച്ചു. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. സ്തോത്രം. ഈ സംഭവമായിട്ട് കണക്ട് ആയി വന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് പറഞ്ഞു വിടുക. സ്തോത്രം. എന്നെ ഒരു സിസ്റ്റർ വിളിച്ചു, ഇവിടെ തന്നെ ഉള്ള എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണ്, എനിക്ക് ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കത്തില്ല. ജോലിക്ക് പോകണ്ടെന്നാ പറയുന്നത്. ജോലിക്ക് പോകണ്ട, പുള്ളിക്കൊരു വാശി പോലെ ജോലിക്ക് പോകണ്ട. ഞാൻ എൻ്റെ വീടിനകത്ത് കുത്തിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ സമയം വേസ്റ്റ് ആക്കുക. സ്തോത്രം. കണ്ടോ? അപ്പം ആ വ്യക്തിയുടെ ഉള്ളിൽ കൊടുത്തിരുന്ന സംഭവം, ഞാൻ ഈ സംഭവം പഠിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദമായിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി വന്നപ്പോൾ ഒരു ഈഗോ കയറിയതാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പുരുഷന്മാർ മാത്രം വർക്ക് ചെയ്യും, നിങ്ങൾ വർക്ക് ചെയ്യാൻ പാടില്ല, നിങ്ങൾ എൻ്റെ അടിമയാണ്. മനസ്സിലായി? ഈ ഒരു ഈഗോ സാധനം കയറിയതാണ്. സ്തോത്രം. ഈ വ്യക്തിയെ, നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ജോലിക്ക് പോലും ശ്രമിക്കാതെ വീട്ടിൽ ഇരുന്നാ മതി എന്ന് പറഞ്ഞ് തള്ളിയിട്ട ഒരു വിഷയം. സ്തോത്രം. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇത് പറഞ്ഞത്. സ്തോത്രം. അപ്പൊ നോക്കിക്കേ, സ്തോത്രം, ഇരുട്ടിനകത്തിലേക്ക് കൊണ്ട് തള്ളിയിടുക, ഇരുട്ടിനകത്തിലേക്ക് കൊണ്ട് ഭാവിയെ കെട്ടിയിടുക, ഭാവിയെ തള്ളിയിടുക. ഞാൻ ഇവിടെ പറഞ്ഞു, സ്തോത്രം, നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടൊന്നുമല്ല, ആ വ്യക്തിയോട്, ഹസ്ബൻഡിനോട് പോരാടാൻ നിൽക്കണം. നീ പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ മനസ്സിനകത്തിൽ ദൈവം ഒരു മാറ്റം വരുത്തുവാൻ തക്കണം. ദൈവം വിശ്വസ്തൻ. എനിക്കറിയാവുന്ന അങ്ങനെ തന്നെയുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. സ്തോത്രം.
പക്ഷെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് വ്യക്തിക്ക് രൂപാന്തരം കൊടുത്തിട്ട് സ്തോത്രം, ആ ആ സിസ്റ്റർ ജോലിക്ക് പോകത്തക്ക നിലവാരത്തിൽ ദൈവം കാര്യങ്ങൾ ഒരുക്കി. ഇന്ന് ഗവൺമെന്റിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സാധ്യതയില്ലാത്ത മേഖലയായിരുന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവാത്മ ഒരു ദൂത് കൈമാറി. ഏതൊക്കെയോ മേഖലകൾ, ഇരുട്ടിന്റെ അധികാരങ്ങൾ നിന്നെ പൂട്ടിയിട്ടിരിക്കുന്ന മേഖലകളുണ്ട് സ്തോത്രം. പക്ഷെ നമ്മൾ നോക്കും, മാനുഷികമായ കരമാണ് അതിന്റെ പിൻപിൽ ചലിക്കുന്നത് തോന്നിയാലും അതിന്റെ പിൻപിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം ആ ഇരുട്ടിന്റെ ശക്തിയെ ദൈവം കട്ട് ചെയ്യാൻ പോവുകയാണ്. ആ ഇരുട്ടിന്റെ ശക്തിയെ ദൈവം കട്ട് ചെയ്യാൻ പോവുകയാണ് സോദരൻ. ഈ പകൽക്കാലം ഉപവാസത്തിന്റെ 3-ാം പകൽക്കാലം കർത്താവ് പറയുന്നു, ആ കയറുകളെ ദൈവം ഇന്ന് പകൽക്കാലം അറുത്തു കളയാൻ പോവുക. ആ കയറുകളെ യേശുവിന്റെ നാമത്തിൽ നിന്നെ ഏതൊക്കെയോ മേഖല നിന്റെ ഭാവി വെളിപ്പെടാതെ വേണം കെട്ടിയിട്ടിരിക്കുന്ന കയറുകളെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം അറുത്തു കളഞ്ഞിട്ട് സ്വർഗം നിന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോവുക. ആറ്റിറ്റ്യൂഡുകൾക്കൊരു മാറ്റം ദൈവം വരുത്താൻ പോവുക. അകക്കണ്ണിനെ ദൈവം പ്രകാശിപ്പിക്കാൻ പോവുകയാണ്. സ്തോത്രം. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ദൈവം പ്രകാശിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യനിലേക്ക് ദൈവം ഒരു വെളിച്ചോടിപ്പിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദർശനങ്ങളിലേക്ക് നിങ്ങൾ കയറാൻ പോവുകയാണ്. പരിശുദ്ധ ശക്തമായിട്ട് പറഞ്ഞു, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില ദർശനങ്ങളിലേക്ക് നിങ്ങൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചിലരെ നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ചിലരെ നോക്കി നിങ്ങൾ വിവേചിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ചില വിഷയത്തിനകത്തിൽ ഹല്ലേലൂയ, കർത്താവ് ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നു ഹല്ലേലൂയ, അങ്ങനെ നിങ്ങൾ പ്രതികരിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ചിലരോട് ശക്തമായിട്ട് പറയുന്നു ഹല്ലേലൂയ, നിങ്ങൾ ചിലതിനെ വിവേചിക്കാൻ തുടങ്ങും. ദൈവാത്മാവ് നിങ്ങളെ ചിലത് കാണിക്കാൻ തുടങ്ങും. യെസ്, അങ്ങനെ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നവർ, കൊതിക്കുന്നവർ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ വഴികളെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ തുടങ്ങും. ഹല്ലേലൂയ. സ്തോത്രം. സാഹചര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ തുടങ്ങും. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത നിലവാരത്തിൽ ഹല്ലേലൂയ, നിങ്ങളുടെ ക്യാരക്ടറിനകത്ത് ഭയങ്കര ചേഞ്ചുകളെ ദൈവം കൊണ്ടുവരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ റീഖാമന സിയാരകൾ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ 14-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ കിടക്കുക. പക്ഷേ ഈ മാസ്റ്റർ പ്ലാനെ തിരിച്ചറിയാത്ത ജനം നോക്കുമ്പോൾ സ്തോത്രം, അവരുടെ മുമ്പിൽ ഇതൊരു ദുർദിവസമാണ്. കാരണം മുൻപിൽ വഴി അടഞ്ഞിരിക്കുന്നു, പിൻപിൽ വഴി അടഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഈ പിറകെ നിൽക്കുന്ന ശക്തി അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇന്നലകൾ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ശക്തി. ഒന്നുകൂടെ നമ്മൾ പറഞ്ഞാൽ, ഞാൻ ഇന്ന് നമ്മുടെ ഭാഷയിലേക്ക് ഇറങ്ങി ഞാൻ പറയാം. സ്തോത്രം. ബ്രദർ, ആ രോഗം എത്രണ്ണത്തെ തകർത്തതാ. സ്തോത്രം. ബ്രദർ, ആ പ്രതിസന്ധി എത്രണ്ണത്തെ തകർത്തതാ. സ്തോത്രം. അപ്പോ ഇന്നലകളിൽ തകർത്തൊരു വിഷയം നമ്മുടെ പുറകെ നിൽക്കുക, നമ്മളെ തകർക്കുമെന്ന് പറഞ്ഞു. ഇനി മുമ്പോട്ട് വിടത്തില്ല, ഇവിടെ തകർക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് നിൽക്കുമ്പോഴാണ് ദൈവത്തിന് ഇതിനകത്ത് നിനക്ക് ജയം തരാനുള്ള പദ്ധതി ഇതിനകത്ത് ദൈവം മറച്ചു വെച്ചിരിക്കുക. ഇതിനെ ജയിപ്പിച്ച് നിനക്ക് ജയം തരാനുള്ള പദ്ധതി, ഇതിന്റെ മേൽ ജയമെടുത്ത് നിനക്ക് ജയം തരാനുള്ള ദൈവത്തിന്റെ പദ്ധതി ഇതിനകത്ത് മറഞ്ഞു കിടക്കുക. ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ പരിശുദ്ധം ശക്തമായിട്ട് ഇടപെടുന്നു. ഈ പകൽക്കാലം നിന്നെ ജയിപ്പിക്കാനുള്ള ദൈവത്തിന്റെ ചില പദ്ധതികൾ അല്ലെ നിന്റെ പ്രതിസന്ധിക്കകത്ത് മറഞ്ഞിരിക്കുക. ഇന്ന് പകൽക്കാലം നിങ്ങൾ വാ തുറന്ന് പറയുക, ആ പ്രതിസന്ധി നിങ്ങളെ തകർക്കത്തില്ല. ആ പ്രതിസന്ധിക്കകത്ത് നിന്ന് നിന്നെ ജയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ദൈവം ചെയ്യാൻ പോകുക. അതിനകത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു വഴി നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി തരാൻ പോവുക. യെസ്. സ്തോത്രം. സിനിമോൾ എന്ന് പറയുന്ന ഡിവൈസ് ഇരിക്കുന്ന സിസ്റ്ററിനോട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഇടപെടുന്നു. ഹല്ലേലൂയ. ലോക്കായി കിടക്കുന്ന മേഖലകളെ, ചില മേഖലകളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം അൺലോക്ക് ചെയ്ത് സ്തോത്രം ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുക. ഈ പകൽക്കാലം പ്രാർത്ഥിച്ചോ. ചില മേഖലകൾക്കകത്തിൽ വഴിയടഞ്ഞു, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ചില വിഷയങ്ങൾക്കകത്തിൽ ഈ പകൽക്കാലം കർത്താവ് പറയുന്നു, അൺലോക്ക് ചെയ്ത് ചില ലോക്കുകളെ പൊട്ടിച്ചുകൊണ്ട് ഹല്ലേലൂയ. ചില മേഖല സ്വസ്ഥമായിരുന്നു, കാരാഗ്രഹത്തിനകത്ത് അടികൊണ്ട് തകർന്നു. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ കിടക്കുമ്പോൾ അവർ അവിടെ പിറുപിറുക്കയിൽ അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഇടയായി തീർന്നപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രവൃത്തി അതിനകത്തിൽ അവർക്ക് തുറക്കാൻ പറ്റാത്ത ലോക്കുകളെ തുറന്ന് വെളിപ്പെട്ടതുപോലെ ചില ദൈവപ്രവൃത്തികളുടെ ദിനങ്ങൾ മുൻപിലുണ്ടെന്ന് ആത്മാവ് ദൂത് കൈമാറി. വിശ്വസിച്ചോ. ഹല്ലേലൂയ. ചിലത് സ്വതവേ തുറന്നു വരും. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ സ്തോത്രം, ഇവരൊരു ദുർദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. പക്ഷെ ഇവർ പറയുന്ന വേടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ.
മൊത്തം നെഗറ്റീവ് വേർഡ് പറയാ. സാഹചര്യം നോക്കിയിട്ട് നെഗറ്റീവ് വേർഡ് പറയാ. ഇത് ശത്രുവിന്റെ വായിലേക്ക് നിങ്ങൾ ഇട്ടുകൊടുക്കുന്ന, അല്ലെ നിങ്ങളെ പൂട്ടാനുള്ള ശത്രുവിന്റെ കൈ നിങ്ങൾ കൊടുക്കുന്ന ആയുധമാണ്. നിങ്ങൾ ഇന്ന് പകൽക്കാലം ഒരു ഭയങ്കര കാര്യം തിരിച്ചറിഞ്ഞോണേ. യേശു കാൽവറി ക്രൂശിൽ പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു. പിന്നെ എവിടുന്ന് അവൻ ആയുധം? ഞാൻ നിങ്ങൾ അവന്റെ കയ്യിലോട്ട് ആയുധം കൊടുക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, പിശാചിന്റെ കയ്യിലേക്ക് സ്തോത്രം ഒരു ആയുധം കൊടുക്കുക. സ്തോത്രം കൊടുത്തിട്ട് അവനോട് പറയാ, ഇത് വെച്ച് നീ എന്നെ ലോക്ക് ചെയ്തോളാം. സ്തോത്രം. നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ആയുധങ്ങൾ എടുത്തിട്ട് നമ്മളെ ലോക്ക് ചെയ്യുക. സ്തോത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു. സ്തോത്രം. ഇവർ പറയുന്ന ഒരു പദം കേട്ടോ, ഒറ്റ വിശ്വാസത്തിന്റെ വാക്ക് ഇവർ പറയാനില്ല. കാരണം എന്താ? ദൈവം ഇവിടെ കൂടില്ലേ? ദൈവം ഇന്നലെ ഒത്തിരി അത്ഭുതം ചെയ്തിട്ടില്ല ഇവരെ പുറത്തിറക്കിയത്. പക്ഷേ ഇവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നെഗറ്റീവാ. ഞങ്ങൾക്ക് സാധ്യതയില്ല, ഞങ്ങൾക്ക് സാധ്യതയില്ല, ഞങ്ങൾക്ക് വഴികളില്ല, ഒരു വഴിയുമില്ലെന്ന് ഇവർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശത്രുവിനെ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശത്രുവിനെ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു ദൂത് സന്തോഷത്തോടെ പറയാ. അവിടെ നിന്നോണ്ട് മോശ വിളിച്ചു പറയുക. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചു. എന്താ ഈ വാക്ക് വരാനുള്ള കാരണം എന്നറിയോ? ഇവർ ഭയപ്പെട്ടു പോയി. സ്തോത്രം. ഇവർ ഭയപ്പെട്ടു പോയി. ബൈബിൾ ഹല്ലേലൂയ സ്തോത്രം ശക്തമായി പറയുന്ന ഒരു പദമുണ്ട്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാ. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാ. ബൈബിൾ പറയുന്നു ഭയപ്പെടേണ്ട. ഇവര് ഭയപ്പെട്ടു. ഇന്ന് പകൽക്കാലം ചില സാഹചര്യങ്ങളെ നോക്കി ശക്തമായിട്ട് കർത്താവിനോട് പറയുന്നു, പേടിക്കണ്ട, പേടിക്കണ്ട, ഭയപ്പെടേണ്ട. ഇതിനകത്തൊരു വഴിയുണ്ട്, ഇതിനകത്തൊരു വഴിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തൊരു വഴിയുണ്ട്. എന്നോട് ശക്തമായിട്ട് ദൈവാത്മ പറയുന്നു, നിങ്ങൾ ഭയപ്പെടുന്ന ചില വിഷയങ്ങൾക്കകത്തൊരു വഴിയുണ്ടെന്ന്, ഒരു വഴിയുണ്ടെന്ന്. സ്വത്ര ആ വഴി തുറക്കാൻ പോകുക, ആ വഴി തുറക്കാൻ പോകുക. അത് നിന്റെ കണ്ണിന്, മാനുഷ്യ കണ്ണിന് മറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ആത്മകണ്ണിൽ നീ തലയുയർത്തി നോക്കിയാൽ അത് കാണാൻ പോകുക. സ്തോത്രം. ഇന്ന് പകൽക്കാലം ചെല്ലു തലയുയർത്തി ഒന്ന് നോക്കാവോ? തലയുയർത്തി ഒന്ന് നോക്കാവോ? തലയുയർത്തി നോക്കി ഫറവോനെ കാണാനല്ല, തലയുയർത്തി നോക്കി ചെങ്കടലിന്റെ ബലം കാണാനല്ല, തലയുയർത്തി നോക്കി ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചില ഡോറുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുക. സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചില ഡോറുകൾ ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം തുറക്കാൻ പോകുക. മോശ അവരോട് പറയാ, ഭയപ്പെടേണ്ട. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഉറച്ചു നിൽപ്പീൻ. അപ്പോ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങൾ ദുർദിവസങ്ങളിൽ അതിനോട് എതിർക്കണമെങ്കിൽ ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. ഇവിടെ മോശ പറയുകയാണ്, നിങ്ങൾ ഉറച്ചു നിൽക്കീൻ. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, അടുത്ത പദം. ഇവരെല്ലാം സെയിം ആയിട്ടുള്ള പ്രശ്നത്തിലാണ്. പക്ഷേ അവിടെ ഇന്നുകൊണ്ട് മോശ പറയുക, യഹോവ ഇന്ന്. ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്ന്, ടുഡേ, ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഇന്ന് പകൽക്കാലം ഒരു പ്രവചനാത്മാവില സ്വത്ര ഈ ഉപവാസത്തിന്റെ 3-ാം പകൽക്കാലം ചിലരോടൊരു ദൈവശബ്ദം ഞാൻ കൈമാറാം. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന ചില വിടുതലുകള് നിങ്ങളുടെ മാനുഷിക കണ്ണുകൊണ്ട് കാണത്തക്ക നിലവാരത്തിൽ ദൈവം ചിലത് തുറക്കാൻ പോകുക, ദൈവം ചിലത് തുറക്കാൻ പോകുക. അല്ലല്ലേ, ഈ നിമിഷത്തിൽ നിങ്ങൾ ഈ മീറ്റിംഗിൽ കടന്നു വന്ന് ഇരുന്ന നിമിഷം വരെയും നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകളെ കണ്ടിട്ട് നിങ്ങൾ ഭാരത്തോടായിരിക്കും മീറ്റിംഗിനകത്ത് ഇരിക്കുന്നത്. പക്ഷേ ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഒരു ദൂത് കൈമാറാം. ഈ പുതിയ പ്രഭാതത്തിനകത്തിന് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു പുതിയ പ്രവൃത്തി ചെയ്യാൻ പോകുക. ആത്മാവിൽ അത് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചു. ഒരു പുതിയ പ്രവൃത്തി ഇന്ന് 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 ചെയ്യുവാനിരിക്കുന്ന, ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുകയും. ഈ വാക്യം ഇന്ന് ഈ പകൽക്കാലം സ്തോത്രം അല്ലെ, ഈ ഫെബ്രുവരി മാസം 12-ാം തീയതി ഞാൻ നിങ്ങളോട് കൈമാറുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചോ. കഴിഞ്ഞ നിമിഷം വരെ അടഞ്ഞു കിടന്ന ഡോറിന്റെ മുൻപിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ഈ വചനം അതിന്റെ ശക്തിയോടെ ഇന്ന് പകൽക്കാലം വെളിപ്പെടുക. എന്നോട് വളരെ ശക്തമായി ദൈവം പറയുന്നു, ഈ വചനം അതിന്റെ ശക്തിയോടെ വെളിപ്പെടുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനം പുറപ്പെടുമ്പോൾ എവിടേക്കെയോ ആരുടെയൊക്കെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ഡോറുകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരാൻ പോകുന്നു, തുറന്നു വരാൻ പോകുന്നു. നിങ്ങൾ പറഞ്ഞ നിരാശയുടെ വാക്കുകൾ നിങ്ങൾക്കെതിരെ ഡോറുകൾ അടച്ചെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ വിശ്വാസത്തോടെ പറ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം, ടുഡേ, ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി ചില വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരാൻ പോകുന്നു.
ഓ, സ്തോത്രം സ്തോത്രം. മുൻപിൽ പ്രതിസന്ധി, പിൻപിൽ പ്രതിസന്ധി, വാതിലുകൾ ഇല്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ കർത്താവ് പറയുന്നു ഹല്ലേലൂയ, ഇന്ന് 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 ഹല്ലേലൂയ സ്തോത്രം, ഇന്ന് യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളു. ഈ പകൽക്കാലം ഒരു ദൂത് കൈമാറാം. ഹല്ലേലൂയ സ്തോത്രം. ഈ വാക്ക് എന്റെ വായിൽ കൂടിയാണ് വരുന്നതെങ്കിലും ഇത് ദൈവത്തിന്റെ വചനമാകിയാൽ ഇത് ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനമാണ്. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇതിന്റെ പ്രവൃത്തി ചില മേഖലകളിൽ ശക്തിയോടെ വെളിപ്പെടുകയാണ്. ശക്തിയോടെ വെളിപ്പെടുക. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേലേക്ക് ദൈവാത്മാവ് ഒരു താക്കോലിനെ കൈമാറുകയാണ്. സ്തോത്രം. ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഉണ്ടാകത്തില്ല. ഇന്ന് പകൽക്കാലം ശത്രുവിന്റെ ചില പ്രവൃത്തികളെ നീ അടയ്ക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ചില പ്രവൃത്തികളെ നീ തുറക്കും. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു അധികാരത്തിന്റെ കൈമാറ്റം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചിലർക്ക് വേണ്ടി ദൈവം ഓപ്പൺ ചെയ്യുക, ചിലർക്ക് വേണ്ടി ദൈവം ഓപ്പൺ ചെയ്യുക യേശുവിന്റെ നാമത്തിൽ. അല്ലെ, 3.5 വർഷം കഠിന ക്ഷാമമാണെങ്കിൽ ഏലിയാവ് ചെല്ലുന്നിടത്തെല്ലാം ഡോറുകൾ ഓപ്പൺ ആകുക. സാരാഫത്തിൽ വിധവയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഡോർ ഓപ്പൺ ആകുക യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിൽ നിൽക്കാൻ കഴിയത്തില്ലെങ്കിൽ നീ വെളിച്ചത്തെ ക്യാരി ചെയ്യുന്ന ഒരു ദൈവവൈദ്യനാണെങ്കിൽ നീ ചെല്ലുന്നിടത്തുനിന്ന് ഇരുട്ടുകൾ മാറ്, നീ ചെന്ന് നിൽക്കുന്നിടത്തുനിന്ന് ഇരുട്ടുകൾ മാറ്. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കരുത്തു തോടിനകത്തിൽ അവൻ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ക്ഷാമം എന്ന് പറയുമ്പോൾ അവന് വേണ്ടി മാത്രം ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുക. ഇന്ന് പകൽക്കാലം വെളിച്ചവുമായിട്ട് നീ ഹല്ലേലൂയ കണക്റ്റഡ് ആയി വെളിച്ചത്തെ വഹിച്ചുകൊണ്ട് ചെന്ന് നിൽക്കുന്നിടത്തെല്ലാം ദൈവത്തിന്റെ ഡോറുകൾ നിനക്ക് വേണ്ടി സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഓപ്പൺ ആകാൻ പോവുക. ഇന്ന് പകൽക്കാലം ആരുടെയൊക്കെ മേൽ ആ ഒരു പുതപ്പ് വീഴുക, ആരുടെയൊക്കെയോ മേൽ ആ പുതപ്പ് വീഴുക. ഹല്ലേലൂയ സ്തോത്രം. ഒത്തിരി പേർ അടച്ച ഡോറുകൾ ഹല്ലേലൂയ നീ പോയി നിൽക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരാൻ പോകുക. നീ പോയി നിൽക്കുമ്പോൾ തുറന്നു വരാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ദാവീദ് ഗൃഹത്തിന് താക്കോൽ കൈവശമുള്ളവൻ നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നുണ്ട്. അവൻ ഒരു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും പറ്റത്തില്ല. ഈ പകൽക്കാലം യേശുവിനെ ദൈവം ചില തെളിയിക്കാൻ പോകുക. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കാൻ പോകുക. എങ്ങനെ തെളിയിക്കും? ഹല്ലേലൂയ. ദാവീദ് ഗൃഹത്തിന് താക്കോൽ കൈവശമുള്ളവൻ നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ നീ ചെന്ന് നിൽക്കുന്നിടത്ത് സ്വതവേ ഡോറുകൾ തുറക്കാൻ പോകുക. അങ്ങനെ ഒരു അഭിഷേകം ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ, ഈ ഉപവാസത്തിന്റെ 3-ാം പകൽക്കാലം ചിലരുടെ മേൽ ദൈവം ഇടാൻ പോകുക. ചില താക്കോലുകളുടെ കൈമാറ്റം യേശുവിന്റെ നാമത്തിൽ. നീ ചെന്ന് നിൽക്കുന്നിടത്ത് ആർക്കും തുറക്കാൻ പറ്റാത്ത ഡോറ്, നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് ദൈവം തെളിയിക്കുന്ന ഡോറുകൾ കെട്ടി റിമനാശബന റബൽ പെട്ടിയ കെട്ടി റിമനിയ റബന റബന. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യെസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മ ചിലരുടെ മേൽ ഒരു പുതപ്പ് ഇന്ന് പകൽക്കാലം ദൈവാത്മ വിടുന്നതിനായി സ്തോത്രം. ചിലരുടെ മേൽ ശക്തമായൊരു പുതപ്പ് ദൈവാത്മാവ് കൈമാറുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ശക്തമായൊരു പുതപ്പ്, ശക്തമായൊരു പുതപ്പ്. ഹല്ലേലൂയ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. റീഖമനസിയ രഗൽ കെട്ടിയ ബ്ലസ്സി. ഹല്ലേലൂയ. ബ്ലസ്സി സിസ്റ്ററെ വിശ്വസിച്ച ബ്ലസ്സി അടിവേസിരിക്കുന്ന സിസ്റ്ററിനോട് ദൈവാത്മാവ് പറയുന്നു ഹല്ലേലൂയ, നിനക്ക് പിന്നെയും അനേക ദൂരങ്ങൾ ഓടുവാനുണ്ട് കേട്ടോ. നിനക്ക് പിന്നെയും അനേക ദൂരങ്ങൾ ഓടുവാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഓട്ടക്കളത്തിൽ ഓടുന്ന എല്ലാവരും വിരുദു പ്രാപിക്കുന്നില്ല. പക്ഷെ കർത്താവ് പറയുന്നു ഹല്ലേലൂയ, പരാജയപ്പെടുത്തുവാൻ തക്കണം ഓട്ടക്കളത്തിൽ അനേക ശക്തികൾ നിൽക്കുമ്പോൾ നീ പലതിലേക്കും നിന്റെ ശ്രദ്ധ തിരിപ്പിക്കാതെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ഓടാൻ നീ തയ്യാറാണെങ്കിൽ സ്തോത്രം. കർത്താവിനെ കാണിക്കുന്ന ഒരു കാഴ്ച ഹല്ലേലൂയ, പല കാര്യങ്ങൾ ഹല്ലേലൂയ നിന്റെ ഇടതും വലതും ഒക്കെ കേട്ട് ഹല്ലേലൂയ നിന്നെ ഹല്ലേലൂയ ഈ ഡിസ്ട്രോയ് ചെയ്യുന്നത് പോലെ പലപ്പോഴും ഹല്ലേലൂയ നിന്റെ മനസ്സിനെ ചഞ്ചലിപ്പിക്കുന്നത് പോലെ പല വിഷയങ്ങൾ കടന്നു വരുന്നു. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു നിനക്ക് വളരെ ദൂരം ഓടുവാനുണ്ട്, നിനക്ക് വളരെ ദൂരം ഓടുവാനുണ്ട്. ഏലിയാവ് ക്ഷീണിച്ച് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നപ്പോൾ കർത്താവ് ഹല്ലേലൂയ ചോദിക്കുന്ന ഒരു ചോദ്യം, ഏലിയാവ് നിനക്കെന്താ ഇവിടെ കാര്യം? നിനക്ക് ദീർഘദൂര യാത്ര ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. ദീർഘദൂര ആ ഒരു പദമാ കർത്താവിനോട് പറയുന്നത്. നിനക്ക് ദീർഘദൂര യാത്ര ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വലിയ ദൗത്യങ്ങളിലേക്ക് പോകുവാനുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന്റെ ഒരു ദൂത് കൈമാറുന്നു. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ ചിലത് കണ്ടും കേട്ടും ക്ഷീണിച്ച് കിടക്കുവാനല്ല, ഇന്ന് പകൽക്കാലം ദൈവത്തിൽ നിന്ന് ബലമേറ്റെടുത്ത് അല്ലെങ്കിൽ മുൻപോട്ട് ഓടുവാൻ തക്കോണം ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നോട് ഒരു ദൂത് കൈമാറിയ. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. ദൈവത്തിൽ നിന്ന് ബലമേറ്റെടുത്തിട്ട് മാനുഷികമായി കേൾക്കുന്ന വാക്കുകൾ പലപ്പോഴും ക്ഷീണിപ്പിക്കുമ്പോൾ ഈ പകൽ കർത്താവ് പറയുന്നു ദൈവത്തിൽ നിന്ന് നീ ബലമേറ്റെടുത്തിട്ട് സ്തോത്രം ഹല്ലേലൂയ നീ ഓടുക. സ്തോത്രം. ദൈവം കൊടുത്ത ആഹാരത്തിന്റെ ബലത്തിൽ തളർന്നു കിടന്നവൻ സ്തോത്രം 40 ദിവസം ആഹാരത്തിന്റെ ബലത്തിൽ യാത്ര ചെയ്ത് ദൈവത്തിന്റെ പർവ്വതത്തിൽ എത്തിയതുപോലെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ബി റെഡി എന്ന് ദൈവാത്മാവ് നിന്നോട് ഒരു ദൂത് കൈമാറുക. ഹല്ലേലൂയ സ്തോത്രം. പകൽക്കാലം നിങ്ങൾ ശ്രദ്ധിച്ച് ഹല്ലേലൂയ സ്തോത്രം.
കർത്താവ് അവിടെ പറയുകയാണ്, മോശ പറയുകയാണ്, ഭയപ്പെടേണ്ട, നിങ്ങൾ ഈ വിഷയത്തെ കണ്ട് ഭയപ്പെടേണ്ട, നിങ്ങൾ ഈ വിഷയത്തെ കണ്ട് ഭയപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് പറയുന്ന ഒരു ദൂത് കൈമാറുന്നു. ചില വിഷയങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച് നിങ്ങളെ ഭയപ്പെടുത്തുക. സ്തോത്രം. ഈ ഭയപ്പെടുത്തി എന്താ സംഭവിക്കുന്നറിയോ? ഭയപ്പെടുത്തി എന്താ സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അത് ഇട്ടിട്ട് പോകും. നിങ്ങൾ അത് ഇട്ടിട്ട് പോകും. ഇട്ടിട്ട് പോയാൽ പിശാചിന് ഈസി ആയിട്ട് അത് എടുക്കാം. പിശാചിന് ഈസി ആയിട്ട് എടുക്കാം. അവന്റെ സ്ട്രാറ്റജി ഇന്ന് പകൽക്കാലം, നീ ഉറച്ചു നിൽക്കുന്ന ചില വിഷയത്തെ ഇട്ടിട്ട് പോവുക. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഒന്നുകൂടെ പറയാം. നിങ്ങൾ ഒരു വിഷയത്തെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒന്നുകിൽ ഒരാൾ രക്ഷയിലേക്ക് വരാൻ, അല്ലെങ്കിൽ തലമുറയ്ക്ക് ഒരു വഴി തുറക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷ എന്തുമായിക്കോട്ടെ, നിങ്ങൾ അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോ. ദൈവം ഇതിനകത്തൊരു അത്ഭുതം ചെയ്യും, അത്ഭുതം ചെയ്യും. നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പിശാച് കൊണ്ട് സ്ട്രാറ്റജി, നിങ്ങളെ ആ പ്രാർത്ഥന വിഷയം ഇടിയിപ്പിച്ചിട്ട് നിങ്ങളെ പിന്മാറ്റും. കാര്യം, നിങ്ങളുടെ കൺമുൻപിൽ അവൻ കൊണ്ട് കാണിക്കും, ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഒരു വഴിയും തുറക്കുന്നില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ഇതാ ഈ ജനത്തെ കൊണ്ട് കാണിച്ചേടാ. സ്വതന്ത്രം അല്ലല്ലേ, ദൈവം ഭയങ്കര അത്ഭുതങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പം പെട്ടുകിടക്കുവാണല്ലോ, ഇതിനകത്തിൽ എങ്ങനെ വഴി തുറക്കാൻ, എങ്ങനെ വഴി തുറക്കാൻ. ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവം ശക്തമായിട്ട് പറയുന്നു, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വിരുദ്ധമായതാ നിന്റെ കൺമുൻപിൽ കാണുന്നത്. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, നീ അത് കണ്ട് ഭയപ്പെട്ട് പിന്മാറി പോകണ്ട. നീ ധൈര്യമായിട്ട് അവിടെ നിൽക്ക്. നീ ഉറച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ അങ്ങനെ തന്നെ പിന്മാറ്റി വിടുക എന്നുള്ളതാ പിശാചിന്റെ സ്ട്രാറ്റജി. പക്ഷെ ഇന്ന് പകൽക്കാലം അതിനകത്ത് നീ ഉറച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ നീ ഒരു അത്ഭുത വിഷയത്തെ കാണാൻ പോകുക. ഇട്ടിട്ട് ഓടിച്ചു കളയുക, ഇട്ടിട്ട് ഓടിച്ചു കളയുക. സ്തോത്രം. പലരെയും പല വിഷയത്തിനകത്ത് നിന്ന് ഇനി അതിനകത്തിൽ ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഓടിച്ചു കളയുക. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളുടെ ദൂത് കൈമാറുന്നു, ഇട്ടിട്ടോടാനല്ല, ഉറച്ചു നിൽക്കുക. നീ അടുത്ത ദൈവപ്രവൃത്തി അടുത്ത നിമിഷം കാണാൻ പോവുക. അടുത്ത നിമിഷം നിന്റെ മുൻപിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ശത്രു കണ്ടിട്ട് നീ ഒത്തിരി ഓടി അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുക. പക്ഷേ ഈ ഫൈനൽ സ്റ്റേജിലാണോ എത്തിയതെന്ന് നിങ്ങളുടെ മാനുഷിയെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ പിശാചിന് വളരെ വ്യക്തമായിട്ട് അറിയാം നീ ഫൈനൽ സ്റ്റേജിൽ എത്താറായെന്ന്. പക്ഷെ അവിടെ നിന്റെ പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ട് നിന്നെ പിന്മാറ്റി കഴിഞ്ഞാൽ, അല്ലേ, നീ ഓടിയത് ഇത്രയും വേസ്റ്റ് ആയി പോകും. നിനക്ക് ആ ഡെസ്റ്റിനിയിലേക്ക് എത്താൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, അടുത്ത നിമിഷങ്ങൾ ചിലർക്ക് വേണ്ടി ചില വലിയ വഴികൾ തുറക്കുവാൻ ദൈവം പ്ലാൻ ഒരുക്കി വെച്ചിരിക്കുമ്പോൾ ചില മേഖലകൾ നിന്നെ പതറിപ്പിച്ച് ക്ഷീണിപ്പിച്ച് ഓടിച്ചു കളയുവാൻ ശത്രു പദ്ധതികൾ ഒരുക്കുമ്പോൾ ദൈവം പറയുന്നു, നീ തലപൊക്കി നോക്ക്. അടുത്ത മിനിറ്റുകൾ നിന്റെ വിടുതലിന്റെ ടൈമാ. അടുത്ത മിനിറ്റുകൾ നിന്റെ വിടുതലുകളുടെ ടൈമാ. യേശുവിന്റെ നാമത്തിൽ ചിലരോട് ശക്തമായിട്ട് ദൈവം പറയുന്നു, നീ ഇതുവരെ ഓടിയതും അധ്വാനിച്ചതും പ്രാർത്ഥിച്ചതും ഉപവസിച്ചതും ഒന്നും വ്യർത്ഥമല്ല, ഒന്നും വ്യർത്ഥമല്ല. അടുത്ത മണിക്കൂറുകളിൽ ചില ദൈവപ്രവൃത്തികൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നീ അത് കാണാതെ ഓടിപ്പോകരുത്. നീ അത് കാണരുന്ന ശത്രുവിന്റെ ആഗ്രഹം. അതിനുവേണ്ടി അവൻ അവസാന നിമിഷം വരെ ആ സ്ട്രാറ്റജി പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവം പറയും, നീ ഉറച്ചു നിന്നോ, ഉറച്ചു നിന്നോ, ഉറച്ചു നിന്നോ. യേശുവിന്റെ നാമത്തിൽ ഉറച്ചു നിന്നോ. പ്രതിസന്ധി അല്ല വിഷയം ഇന്ന് പകൽക്കാലം, ദൈവപ്രവൃത്തി എന്ന് പകൽക്കാലം വിഷയം. കർത്താവ് ഒന്നുകൂടെ ആവർത്തിക്കുന്നു, പ്രതിസന്ധി അല്ല ഇന്ന് വിഷയം, ദൈവപ്രവൃത്തി. ആ പ്രതിസന്ധിക്കകത്ത് കയറി വരുന്ന ദൈവപ്രവൃത്തി, ആ പ്രതിസന്ധി ഓവർകം ചെയ്യുന്ന ദൈവപ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ ചിലർക്ക് വേണ്ടി ചിലർക്ക് വേണ്ടി തുറക്കുക, ചിലർക്ക് വേണ്ടി ആ ദൈവപ്രവൃത്തികൾ ഓപ്പൺ ആക്കുക, ചിലർക്ക് വേണ്ടി ആ ദൈവപ്രവൃത്തികൾ ശക്തമായിട്ട് ഈ ഉപവാസത്തിന്റെ ഹല്ലേലൂയ മൂന്നാം പകൽക്കാലം ഓപ്പൺ ആയി വരിക. വേദകരപ്രടകനാദികൾ കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, പലരും പല ഡെസ്റ്റിനേഷൻ ഒത്തിരി അധ്വാനിച്ചോടി ഒരു ഫൈനൽ ലാപ്പിലേക്ക് എത്തി നിൽക്കുക. പക്ഷെ ഈ ഫൈനൽ ലാപ്പിലും നിന്നെ പിന്മാറ്റുവാൻ തക്കണ ശത്രുവിന്റെ അവസാന സ്ട്രാറ്റജിയുമായിട്ട് നിൽക്കുക. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, നീ അത് കേട്ട് നിന്റെ ശ്രദ്ധ തിരിഞ്ഞ് നീ പേടിക്കണ്ട. ഇതിന്റെ അടുത്ത മിനിറ്റിൽ അല്ലെ നീ ഫൈനൽ ലാപ്പിൽ ട്രോഫിക്കായിട്ട് കയറാൻ പോവുക. സ്തോത്രം. നിന്റെ തൊട്ടടുത്ത് വരെ ശത്രു നിൽപ്പുണ്ട്. പക്ഷേ അവന്റെ അവസാന സ്ട്രാറ്റജി, സ്തോത്രം, അവസാന സ്ട്രാറ്റജി, അവസാന സ്ട്രാറ്റജി യേശുവിന്റെ നാമത്തില് റബാന സബാരക ശംധലാദകൾ കെട്ടിയ റബന സീഖമന ഷുഡിയ റഗൽ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ ചിലതിനെ ഇന്ന് പകൽക്കാലം കർത്താവ് ജയിപ്പിക്കാൻ പോവുകയാണ്.
ഇന്ന് പകൽ കർത്താവ് ചിലതിനെ ജയിപ്പിക്കാൻ പോകും. ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ, കർത്താവെ എന്റെ കണ്ണ് നീയും തുറക്കണം, ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണും, എന്റെ കണ്ണ് തുറക്കണമേ ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ. ഇന്ന് പകൽക്കാലം കർത്താവ് എന്റെ കണ്ണ് നീ തുറക്കണം, കണ്ണ് തുറക്കണം. ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഒരു ദൂത് കൈമാറാം. സ്തോത്രം. അവിശ്വാസം പറയുന്നവന് ഒന്നും നേടാൻ പറ്റത്തില്ല. സ്തോത്രം. ഇത് പിശാചിന് നന്നായിട്ട് അറിയാം. സ്തോത്രം. സാഹചര്യം അവൻ ക്രിയേറ്റ് ചെയ്യുന്നത്, സാഹചര്യം അവൻ ക്രിയേറ്റ് ചെയ്യും. ഇന്ന് പകൽക്കാൻ ഞാൻ പറയാം, മന്ത്രവാദി നിന്റെ സാഹചര്യത്തെ തകർക്കാൻ പറ്റത്തില്ല. ആ വിചാരകന് നിന്റെ സാഹചര്യം തകർക്കാൻ, ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ സാഹചര്യം തകർക്കാൻ ഒരു ശത്രുവിന് പറ്റത്തില്ല. പക്ഷെ അവൻ ചെയ്യുന്ന സ്ട്രാറ്റജി എന്താന്ന് ചോദിച്ചാൽ, നിന്റെ മനസ്സിനകത്ത് ഭാരമിടുക, നിന്റെ മനസ്സിനകത്തിൽ വേദനയിടുക, നിന്റെ മനസ്സിനകത്ത് ഭയമിടുക. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, കർത്താവ് ഇടുന്നത് ഭയമല്ല, കർത്താവ് ഇടുന്നത് ഉറപ്പാണ്, കർത്താവ് ഇടുന്നത് ധൈര്യമാണ്. അതുകൊണ്ട് യോശുവയോട് പറഞ്ഞത്, യോശുവേ നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക. നിനക്കൊത്തിരി യുദ്ധങ്ങളെ ജയിക്കേണ്ടതാ. ഇപ്പൊ മോശം നിന്റെ കൂടെയില്ല, പക്ഷേ ഞാൻ നിന്നോടൊരു വാഗ്ദത്തം ചെയ്യുന്നു, നീ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കത്തില്ല. ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ ദൈവം ഒരു വാഗ്ദത്തം നൽകിയ, നിനക്ക് പല യുദ്ധങ്ങളെ ജയിപ്പാനുണ്ട്, പല യുദ്ധങ്ങളെ ജയിപ്പാനുണ്ട്. യുദ്ധം ചെയ്ത അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം നിനക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു ശത്രുവുണ്ട്, പക്ഷെ ആ ശത്രുവിനെ പരാജയപ്പെടുത്തുള്ള അധികാരത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ദൈവം നിങ്ങളുടെ മേൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം അവന്റെ തന്ത്രങ്ങളോട് നിങ്ങൾ ഇന്ന് പകൽ എതിർത്ത് നിന്നിട്ട് ശത്രുവിനോട് നീ മാറി നിന്നോ. യേശുവിന്റെ നാമത്തിൽ ഫൈനൽ ജയം എനിക്കാണ്, ഫൈനൽ ജയം എനിക്കാണ്. യേശുവിൻ നാമത്തിൽ ചില ജയങ്ങൾ കെട്ടിയ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ മേൽ ഭയങ്കര ജയത്തിന്റെ ഒരു അധികാരം ഇന്ന് പകൽക്കാലം ദൈവം കൈമാറാൻ പോകും. ഇന്ന് പകൽക്കാലം പ്രാപിച്ചോ, പരാജയപ്പെടുത്തുമെന്ന് വെല്ലുവിളിക്കുന്ന മേഖലകളിൽ ആ പരാജയങ്ങളെ ജയിച്ചു കയറുന്ന അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി. അഭിഷേകമുള്ളവന് ഒരിക്കലും പരാജയപ്പെടുത്താൻ പറ്റത്തില്ല, പക്ഷേ സ്ട്രാറ്റജികളാണ് പരാജയപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം സ്ട്രാറ്റജികളെ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ മുൻപോട്ട് കടക്കുവാനുള്ള ആത്മനിയോഗം ചിലരുടെ മേൽ ഇന്ന് പകൽ ദൈവം ഇടാൻ പോവുക. ആത്മനിയോഗങ്ങൾ. ഹല്ലേലൂയ. ഓ സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ദാവീദ് വിളിച്ചു പറയുന്നു, അവന്റെ അന്ധകാരത്തെ പ്രകാശമാക്കി മാറ്റും. ഹല്ലേലൂയ. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിനെ പാഞ്ഞേലും. എന്റെ മുമ്പിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട്, പക്ഷെ ആ പ്രതിസന്ധികൾക്ക് എന്നെ തകർക്കാൻ പറ്റത്തില്ല. യഹോവ എന്റെ രക്ഷയും എന്റെ വെളിച്ചമാകുന്നു, അവൻ എന്റെ ജീവന്റെ ബലമാണ്. ഞാൻ ആരെ പേടിക്കും? മനുഷ്യനോട് എന്ത് ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില ജയം. ഹല്ലേലൂയ. തിരുവചനം ഇങ്ങനെ പറയുന്നു, ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ കൂടാരത്തിൽ നിന്ന് ദുഃഖമല്ല ഉയരേണ്ടത്, നിന്റെ കൂടാരത്തിൽ നിന്ന് വേദനയല്ല ഉയരേണ്ടത്. ഇന്ന് പകൽക്കാലം ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം ചില വീടുകൾക്കകത്ത് ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം സെറ്റ് ചെയ്യാൻ പോവുക, സെറ്റിങ് മാറാൻ പോവുക. എന്തോ കർത്താവിനോട് ആ ഒരു പദം പറ, സെറ്റിങ് മാറാൻ പോവുക. നിന്റെ വീടിനകത്ത് ഇതുവരെ ശത്രു സെറ്റ് ചെയ്ത് വെച്ചിരുന്ന വേദന, ഭാരം, നിരാശ, ഭയം, ആകുല ചിന്തകൾ, ഉത്കണ്ഠകൾ, ഇതെല്ലാം നിങ്ങൾക്കറിയാമോ, ഇതെല്ലാം പിശാചിന് നിങ്ങൾ കൊടുക്കുന്ന അവസരങ്ങളാ നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ, നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ. ഉത്കണ്ഠകൾ, ആകുല ചിന്തകൾ, ഇതെല്ലാം ഭയം, ഇതെല്ലാം പിശാചിന് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ തക്കോണം നിങ്ങൾ കൊടുക്കുന്ന നിയമപരമായ അവകാശമാണ് ഇത് മൊത്തം. സ്തോത്രം. അത് നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അവൻ നിങ്ങളുടെ മേൽ രോഗമായി, അവൻ നിങ്ങളുടെ മേൽ പ്രതിസന്ധിയായി. നിങ്ങൾ കൊടുത്ത ആ ആയുധം വെച്ചിട്ടാണ് അവൻ നിങ്ങളുടെ മേലേക്ക് കയറുന്നത്. അവന്റെ കയ്യിൽ ആയുധമില്ല, പക്ഷെ നാം ഓരോരുത്തരും അവൻ ആയുധം കൊടുക്കുന്നത്. ഇന്ന് പകൽ നിങ്ങൾ പറയാൻ തയ്യാറാണോ? ചില സാഹചര്യങ്ങളെ നോക്കി ഞാൻ ഭയപ്പെട്ടത് മുഖാന്തരം, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ മേൽ നിയമപര പിശാച് ലഭിച്ച അവകാശങ്ങളെ കട്ട് ചെയ്ത് കളയും. എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുക, എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുക, എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവാ. സ്തോത്രം, ഹല്ലേലൂയ. മോശയോട് പറയുന്ന ഒരു പദമുണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും നിങ്ങൾ കാണത്തില്ല. ഇന്ന് പകൽ നിങ്ങൾ വിശ്വാസത്തോടെ ഈ വചനത്തെ നിങ്ങൾ റിലീസ്, 2 വാക്യങ്ങൾ ശക്തിയോടെ നിങ്ങളുടെ ഉള്ളിലോട്ട് ഇന്ന് പകൽക്കാലം കയറട്ടെ. 1, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് യോനിക്കുന്ന രക്ഷ. 2, നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈം. അല്ലല്ലോ, അപ്പൊ 2 വിഷയങ്ങൾ നിൽക്കുക. കഴിഞ്ഞ നിമിഷം നിങ്ങൾ ഈ പ്രാർത്ഥനയിലേക്ക് കയറുന്ന നിമിഷം വരെ നിങ്ങളുടെ മുമ്പിൽ പ്രതിസന്ധിയായി നിന്ന മിസ്രൈം നിങ്ങളുടെ കൺമുൻപിൽ നിന്ന് അത് മാഞ്ഞു പോകാൻ പോവുകയാണ്.
പോവുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വഴി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ചില മിസ്രൈമിന്റെ ശക്തികൾ, ചില ആഭിചാരത്തിന്റെ ശക്തികൾ, ചില പൈശാചിക ശക്തികൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങളെ വിട്ട്, ചില തലമുറകളെ വിട്ട് വഴികൾ അടച്ചു നിൽക്കുന്ന ചില ശക്തികൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ആ സാഹചര്യങ്ങളെ വിട്ട് മാറിപ്പോകാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു വ്യക്തി കർത്താവിന് വേണ്ടി ഉണ്ടെങ്കിലും, ഒരു വ്യക്തി കർത്താവിന് വേണ്ടി ഉണ്ടെങ്കിലും, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഏകദേശം 30 ലക്ഷത്തിലധികം ജനം പിശാചിന്റെ കൈ കൊടുത്ത ആയുധത്തെ ഒറ്റ വ്യക്തി ആ തന്ത്രത്തെ മുഴുവൻ തകർത്തു കളയുക. നിങ്ങൾക്ക് പിടികിട്ടിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾ നോക്കിക്കേ, അവിശ്വാസവും ഉത്കണ്ഠയും ആകുലതയും എല്ലാം പിശാചിന് കൊടുക്കുന്ന ആയുധമാണെങ്കിൽ ഏകദേശം 30 ലക്ഷത്തിന് മുകളിലുള്ള ജനം ഒരുമിച്ച് നിന്നിട്ട് മോശയ്ക്കെതിരെ പറയുകയാണ്. സ്തോത്രം, ഇതിലും നല്ലത് മിസ്രയമായിരുന്നു. ഒരുമിച്ച് വലിയൊരു ആയുധ ശേഖരം, സ്തോത്രം, നിങ്ങൾ കേട്ടോ, വലിയൊരു ആയുധ ശേഖരം കൊടുക്കുക ശത്രുവിന്റെ കയ്യിലോട്ട്. നീ ഞങ്ങളെ ഭരിച്ചു, സ്തോത്രം, ക്ലെയിം കൊടുക്കുക. ദൈവജനം ശത്രുവിന്റെ കയ്യിൽ ക്ലെയിം കൊടുക്കുക. ആരെ സംശയിച്ചോണ്ട്? ദൈവത്തെ സംശയിച്ചോണ്ട് ക്ലെയിം കൊടുക്കുക. പക്ഷേ മോശ അവിടെ ഒറ്റ മനുഷ്യൻ ആ ക്ലെയിം മൊത്തം പൊട്ടിക്കുക. ഒറ്റ മനുഷ്യൻ ആ ക്ലെയിം മൊത്തം പൊട്ടിക്കുക. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കൂടെ ആരും കാണത്തില്ല. പക്ഷേ നീ ഒറ്റയ്ക്ക് നിന്നാ മതി. നിന്റെ മേലുള്ള അഭിഷേക മുഖാന്തരം, നിന്റെ വിശ്വാസ മുഖാന്തരം എത്ര പേര് ഒരുമിച്ച് ചേർന്ന് നിന്റെ വീടിനകത്ത് ശത്രുവിന് ക്ലെയിം കൊടുത്ത ക്ലെയിം ആണെങ്കിലും ഇന്ന് പകൽക്കാലം നിന്റെ വിശ്വാസത്തിൽ അതിനേക്കാൾ ശക്തിയുണ്ട്. അത് മുഴുവൻ പൊളിഞ്ഞു പോകും. അത് മുഴുവൻ ഇന്ന് പകൽക്കാലം പൊളിഞ്ഞു പോകും യേശുവിന്റെ നാമത്തില്. ചിലർ ഇന്ന് പകൽക്കാലം പറയും, ദൈവദാസനെ എന്റെ കൂടെ ആരുമില്ല. നോ പ്രോബ്ലം, നിന്റെ കൂടെ ആരും വേണ്ട. സ്തോത്രം, അല്ലല്ല, ലക്ഷക്കണക്കിന് വരുന്ന ജനം കൊടുത്ത ക്ലെയിമിനെ ഒരു മോശ ഒറ്റയ്ക്ക് നിന്ന് പൊട്ടിച്ചു കളഞ്ഞപ്പോ ദൈവം പറഞ്ഞു, മോശേ ഇതാ വഴി, അവരുടെ വിഷയം, അവരല്ല എന്റെ വിഷയം. നീ വിശ്വാസത്തിന് വേണ്ടി എന്റെ കരപ്പിടിച്ച് നിൽക്കുന്ന, എന്റെ മുഖത്തേക്ക് നോക്കി നീയാണ് വിഷയം. മുമ്പിൽ നീയാണോ നിൽക്കുന്നത്? ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടിരിക്കും. വിശ്വസിക്കുന്ന നീയാണോ മുമ്പിൽ നിൽക്കുന്നത്? ചെങ്കടൽ നിന്റെ മുമ്പിൽ വിഭാഗിക്കപ്പെട്ടിരിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ നീയാണോ മുമ്പിൽ നിൽക്കുന്നത്? പുറകെ നിൽക്കുന്നതിന്റെ വാക്ക് നീ ശ്രദ്ധിക്കണ്ട. സ്തോത്രം. നീ എഴുന്നേറ്റാൽ നിന്റെ ദൈവം എഴുന്നേൽക്കും. നീ എഴുന്നേറ്റാൽ നിന്റെ ദൈവം എഴുന്നേൽക്കും. സ്തോത്രം. തിരുവചനം പറയുന്നു, എന്റെ ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകും. ഇന്ന് പകൽ തിരിച്ചറി, നീ എഴുന്നേൽക്കുമ്പോൾ നിന്റെ ദൈവം എഴുന്നേൽക്കുന്നത്. യെസ്, നീ എഴുന്നേൽക്കുമ്പോൾ നിന്റെ ദൈവം എഴുന്നേൽക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില ചെങ്കടലുകൾ നിന്റെ മുമ്പിൽ വിഭാഗിക്കപ്പെടുവാൻ നീ എഴുന്നേൽക്കുക. നീ എഴുന്നേൽക്കുക. നിന്റെ പുറകിൽ പറയുന്ന അവിശ്വാസത്തിന്റെയും നെഗറ്റീവിന്റെയുമായ വാക്കുകളെ നീ ശ്രദ്ധിക്കേണ്ട. ആ വാക്കുകളെ നീ ഇഗ്നോർ ചെയ്ത് വിട്ടിട്ട്, ഇന്ന് പകൽക്കാലം നീ വിശ്വാസത്തോടെ എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ നീ ചില വാഗ്ദത്തങ്ങളിലേക്ക് കയറാൻ പോകുക. ഇന്ന് പകൽക്കാലം ചിലർ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാഗ്ദത്തങ്ങള് ഈ പകൽ കർത്താവ് ശക്തമായിട്ട് പറയുന്നു, ഇതിനകത്തിൽ ചിലർക്ക് വേണ്ടി ചില വാഗ്ദത്തങ്ങളുടെ വാതിലുകളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം തുറന്നു വിടാൻ പോവുകയാണ്. സ്തോത്രം. റാഖാമന സിയാരകൾ കെട്ടി റിബനാശമന റാബൽ പിട്ടിക രാസിയ രഗക്ഷുടിയ നഗത്തിയ രഗസ്യ റൗഖോബനസിയ രേഖൽ കെട്ടിയ നെഗസ്തിയ റബൽ പെട്ടിയ ഷാബന റബൽ പെട്ടിക സിയാരകൾ കെട്ടിയ റീബനാശമന റബൽ പെട്ടിക. സ്തോത്രം. ജെസിറിനി അല്ലെ സിസ്റ്ററെ വിശ്വസിച്ചോ? സ്തോത്രം. കർത്താവ് ഇങ്ങനെ ഒരു ദൂത് കൈമാറുന്നു. സ്തോത്രം. ഈ ഏലിയാവിനോട് പറഞ്ഞു, കിരുത്തുതോടിന്റെ അവിടെ ഇരുന്നോളാൻ. ദൈവം പറഞ്ഞ അനുസരിച്ച് അവൻ അവിടെ പോയിരിക്കുക. ഇവിടെ എന്തോ ദൈവപ്പുറത്ത് കിടക്കുന്ന അവൻ അറിയത്തില്ല. പക്ഷേ അവൻ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരുന്നപ്പോൾ ദൈവം അയക്കേണ്ട കാക്കയെ അയച്ചു. കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നീ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ചില മേഖലകൾ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ കരുത്തുതോട വിഷയമല്ല. സ്തോത്രം. ബാക്കി എല്ലായിടത്തും ക്ഷാമ വിഷയമല്ല. അപ്പൊ ഇതുവഴി വരുമെന്ന് അറിയത്തില്ല, നോ പ്രോബ്ലം. പക്ഷെ അപ്പത്തെ കൊടുത്തു വിടുവാൻ തൊക്കെ പറഞ്ഞ് അയക്കുന്നൊരു ദൈവമുണ്ട് കേട്ടോ. സ്തോത്രം.
ഇന്ന് പകൽക്കാലം ചരിത്രത്തിൽ ഹല്ലേലൂയ സ്തോത്രം കാക്ക അപ്പം കൊണ്ട് കൊടുത്തത് ഏലിയാവിന് മാത്രമാണ്. പക്ഷേ ഏലിയാവിന് മാത്രം കൊടുക്കുവാൻ കാരണം ഹല്ലേലൂയ കെരുത്തുതോടിനകത്തിലും കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അവൻ വിശ്വസിച്ച് കെരുത്തുതോടിനെ സംശയിക്കാതെ അവൻ ഇരുന്നപ്പോൾ അവിടെ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോ ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതലുകളെ സംശയിക്കേണ്ട, ദൈവത്തിന്റെ കരുതലുകളെ സംശയിക്കേണ്ട. ദൈവത്തിന്റെ കരുതലുകൾ നിന്റെ ഭവനത്തിനകത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുന്നതാണെന്ന് ഇന്ന് പകൽക്കാലം ഒരു ദൂത് കൈമാറുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ ദൂത് പറയുമ്പോൾ അല്ലെങ്കിൽ ചില മേഖലകളിൽ നീ ദൈവത്തിനെ താണിരുന്നു, കെരുത്ത് തോടുകൾക്കകത്തിലും അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുതലുകൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളത് വെളിപ്പെടുവാൻ തക്കോണം ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഒരു ദൂത് കൈമാറുക. വിശ്വസിച്ചു അത് അങ്ങനെ ഇന്ന് പകൽക്കാലം സംഭവിക്കട്ടെ. അത് ഇന്ന് പകൽക്കാലം അങ്ങനെ സംഭവിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ അടുത്ത പദം ശ്രദ്ധിച്ചോ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഒരു നാളും കാണുകയില്ല. അപ്പോ കാണാതാക്കി കളയാനുള്ള സ്ട്രാറ്റജി ഒന്നും വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ ദൈവം പറയും മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയാ ഒന്നും കാണുന്നില്ല. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ഈ മോശ വിളിച്ചു പറയുകയാണ് ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി കാണത്തില്ലെന്ന്. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിച്ചോ? ഈ ദൂത് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആത്മാവിൽ വാ തുറന്നു പറഞ്ഞു, സ്തോത്രം, എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയാകുന്ന മിസ്രൈമിനെ ഇനി ഞാൻ കാണത്തില്ല. സ്തോത്രം, എന്റെ ദൈവം ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന രക്ഷ കാണാൻ പോകുക. ഒന്ന്, മിസ്രൈമിനെ നീ ഇനി കാണത്തില്ല. രണ്ട്, നിനക്ക് വേണ്ടി ദൈവം ചെയ്യാനിരിക്കുന്ന രക്ഷ, ഒന്നുകൂടെ പറഞ്ഞ വിടുതൽ നീ കാണാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം പ്രതിസന്ധിയുടെ മുൻപിൽ നിന്ന് ഭാരപ്പെടുന്ന ചിലരോട് ദൈവാത്മ പറയുന്നു, ചില പ്രതിസന്ധി നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയിട്ട് ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന വിടുതലുകൾക്കകത്തിൽ നീ സ്റ്റെപ്പ് എടുത്തു വെക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ആ കാലുകളെ ഇപ്പോൾ വിശ്വാസത്തോടെ നീ എടുത്ത് വെച്ചോ. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്യാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ യഹോവ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം യുദ്ധം ചെയ്യാൻ പോകുക. എനിക്കറിയാം ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഈ ദൂത് കൈമാറുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒത്തിരി യുദ്ധങ്ങളുടെ മുൻപിലാണ് നിങ്ങളായിരിക്കുന്നത്. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയും നീ യുദ്ധം ചെയ്യേണ്ട, യുദ്ധം യഹോവയ്ക്കുള്ള. ചിലരോട് ഭയങ്കരമായിട്ട് ദൈവം ഒരു ദൂത് കൈമാറുന്നു, യുദ്ധം നീ ചെയ്യണ്ട. നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിന് നന്നായിട്ട് അറിയാം. പക്ഷെ ഒറ്റക്കാര് നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകളെ വിളിച്ചു പറയുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവത്തിന്റെ യുദ്ധത്തിന്റെ സ്ട്രാറ്റജികളെ അവർ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോകുക. ദൈവത്തിന്റെ യുദ്ധത്തിന്റെ സ്ട്രാറ്റജികൾ. ഓ സ്തോത്രം. മോശയോടെ പറഞ്ഞൊരു പദമുണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. ഹല്ലേലൂയ. യുദ്ധം യഹോവയ്ക്ക് കൈമാറുക. ഇന്ന് പകൽക്കാലം യുദ്ധം യഹോവയ്ക്ക് കൈമാറുക. ഇന്ന് പകൽക്കാലം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്തെ അവൻ നിങ്ങളെ നിറക്കാൻ പോകുക. യുദ്ധം യഹോവയ്ക്ക് കൈമാറിയിട്ട് ഹല്ലേലൂയ ഒരു വിജയത്തിന് വേണ്ടി നീ മാറിയിരിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ ആ വിഷയത്തിനകത്ത് നിങ്ങളെ ചഞ്ചലിപ്പിക്കുന്ന നിലവാരത്തിൽ, നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന നിലവാരത്തിൽ ശത്രു സംസാരിക്കുമ്പോൾ അതിന്റെ നടുവിൽ നീ മൗനമായിട്ട് ഇരുന്നിട്ട് ഹല്ലേലൂയ യുദ്ധം ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ യുദ്ധമേൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുക. സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവ് സ്തോത്രം മോശയോട് പറയാ, മോശേ, ഈ ജനം എന്തിനാ എന്നോട് നിലവിളിക്കുന്നത്? മുൻപോട്ട് പോകാൻ പറ. മുൻപിൽ വഴിയുണ്ട്. ഇന്ന് പകൽ ആരോടൊക്കെയോ പരിശുദ്ധ ശക്തമായിട്ട് പറയുന്നു, മുൻപിൽ വഴിയുണ്ട്. ആശാ ഛത്തീസ്ഗഡ് സിസ്റ്ററെ വിശ്വസിച്ചോ? ദൈവാത്മ ഒരു ദൂത് നിങ്ങളോട് മുൻപിൽ വഴിയുണ്ട്. ആര് പറഞ്ഞു മുൻപിൽ വഴി ഇല്ലെന്ന്? സ്തോത്രം. ഏതൊക്കെയോ മേഖലകളിൽ മുൻപിൽ വഴിയടഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളെ കണ്ടിട്ട് ഭാരപ്പെടും. ദൈവാത്മ പറയുന്നു ഇന്ന് കേൾക്കാൻ ഒരുക്കപ്പെട്ട വഴി അടിയിൽ കിടക്കുകയാണ്. ആ വഴി ഹല്ലേലൂയ സ്തോത്രം വെളിപ്പെടുന്ന നിമിഷങ്ങളാണിത്. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. മുൻപോട്ട് പോകാൻ പറ. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു പിൻപോട്ട് മാറുവാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്, ഉറച്ചു നിന്നിട്ട് മുൻപോട്ട് പോകാനാണ് കർത്താവ് നിങ്ങളെ വിളിച്ചത്. ഉറച്ച് ഒരു ദൈവം വിളിച്ചത് സാഹചര്യം കണ്ടിട്ട് പിൻപോട്ട് മാറാനല്ല, ഉറച്ചു നിൽക്കുക. നിങ്ങൾ പിന്മാറിയാൽ പരാജയമാ. ഇന്ന് പകൽക്കാലം വിശ്വാസമുള്ള ദൈവത്തിലെ നീ പിന്മാറിയാൽ അവിടെ പരാജയമാണ്. ശത്രു അവിടെ കയറി അതിക്രമിച്ചു കയറും. ശത്രു നന്മകളെ അപഹരിച്ചുകൊണ്ട് പോകും. ശത്രു എല്ലാം കൊണ്ടുപോകും. പക്ഷെ ഇന്ന് പകൽക്കാലം നീ പിന്മാറരുത്. നീ ഉറച്ചു നിൽക്കുന്നതാണ് ശത്രുവിന് അവന്റെ എൻട്രികളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പേഴ്സണൽ ടെസ്റ്റ് മണി ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ഒരു ടെസ്റ്റ് മണി കാണും. ദൈവദാസനെ, വേറെ ആർക്കുമില്ലാത്ത പോരാട്ടവും പ്രതിസന്ധി എനിക്കെതിരെയാ. കാര്യം നീ അവിടെ ഉറച്ചു നിൽക്കുന്നുണ്ടാ. നിങ്ങൾ പിടി കിട്ടിയോ? നീ ഉറച്ചു നിൽക്കുന്നത് ശത്രുവിനെതിരെയുള്ള ഒരു മതില. നീ അവിടെ നിന്ന് മാറിയാൽ ശത്രു അതിക്രമിച്ച് അകത്ത് കടക്കും. സ്തോത്രം. അതുകൊണ്ട് ശത്രു നിനക്കെതിരെ അവന്റെ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം അല്ലല്ലോ, ഒരുപക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവർ തന്നെ ആയിരിക്കും അല്ലല്ലോ നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്നത്. കാര്യം നീ ഒരിടത്ത് നിന്നാൽ അത് ഒരു താമര ഭിത്തി പോലെ ദൈവം നിന്നെ നിർത്തിയിരിക്കുക. സ്തോത്രം. നീ പിന്മാറിയാൽ ശത്രുവിന് അവിടം വഴി അകത്തു കയറക്കാം. അകത്തു കടന്നാൽ ചിലതിന് അവന് എടുത്തോണ്ട് പോകാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞു അല്ലല്ലേ? ഈ ഉപവാസത്തിന്റെ കാര്യം തിരിച്ചറിഞ്ഞു. ഇന്ന് പകൽക്കാലം ആർക്കെങ്കിലും ദൈവത്തിന്റെ അമിത ബലം വേണമെങ്കിൽ ദൈവത്തോട് ചോദിച്ചോ. പക്ഷേ നീ പിന്മാറരുത്, നീ പിന്മാറരുത്. നീ ഉറച്ചു നിന്നോണം, നീ ഉറച്ചു നിന്നോണം, ഉറച്ചു നിന്നോണം. യേശുവിന്റെ നാമത്തിൽ നീ ഉറച്ചു നിൽക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ബലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിന്മാറരുത്, പിന്മാറരുത്. ഇന്ന് പകൽക്കാലം ചിലർക്ക് മുൻപോട്ട് പോകാനുള്ള വഴിതയും പറഞ്ഞു തരാൻ പോകുക, മുൻപോട്ട് പോകാനുള്ള വഴിതയും പറഞ്ഞു തരാൻ പോകുക. എന്നോട് ശക്തമായിട്ട് ഞാൻ ഈ ദൂത് ഇങ്ങനെ പറയുന്നെങ്കിൽ പരിശുദ്ധമായിട്ട് ശക്തമായിട്ട് ഇതിനകത്ത് ചില ആത്മീയ പകർച്ചകളെ ദൈവം ചെയ്യാൻ പോകുക. രണ്ട് കാര്യങ്ങളെ ദൈവം ചെയ്യാൻ പോകുക. ഒന്ന്, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ ആത്മകണ്ണിനെ ദൈവം തുറക്കാൻ പോകുക. എന്തിനു വേണ്ടിയാ? ശത്രുവിനെ നിന്നെ പരാജയപ്പെടുത്താതിരിക്കാൻ അവന്റെ സ്ട്രാറ്റജികൾ നിന്റെ മുൻപിൽ വരുമ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ സെൻസ് ചെയ്യുന്നത് പോലെ ചിലരുടെ മേലത് വീഴുക, ചിലരുടെ മേലത് വീഴുക. ഇമ്മീഡിയറ്റ്ലി സെൻസ് ചെയ്യാം. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽക്കാലത്ത് വീഴുക. ഇമ്മീഡിയറ്റ്ലി സെൻസ് ചെയ്യാം. നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോയി നിന്നാൽ, നിങ്ങൾ ഒരു മണ്ണിലേക്ക് പോയി നിന്നാൽ, നിങ്ങൾ ഒരു ഏരിയയിലേക്ക് പോയി നിന്നാൽ അവിടെ വ്യാപരിക്കുന്ന പൈശാചിക അജണ്ടകളെ നിങ്ങൾ സെൻസ് ചെയ്യത്തക്ക നിലവാരത്തിൽ, സെൻസ് ചെയ്യത്തക്ക നിലവാരത്തിൽ ഒരു ഹല്ലേലൂയ അഭിഷേകം നിങ്ങളുടെ മേൽ വീഴുകയാ. ഉറാമന സിയാരകൾ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ വീഴുകയാ. ഒരു അഭിഷേകത്തിന്റെ പകർച്ച നിങ്ങളുടെ മേൽ വീഴുകയാ. ഏരിയകളെ സെൻസ് ചെയ്യുവാൻ, ദേശങ്ങളെ സെൻസ് ചെയ്യുവാൻ, വ്യക്തികളെ സെൻസ് ചെയ്യുവാൻ. ഒന്നുകൂടെ ഞാൻ പറയാം, സ്തോത്രം. നീ നിൽക്കുമ്പോൾ ഏലിയാവ് പറഞ്ഞതുപോലെ, ഞാൻ നിൽക്കുമ്പോൾ തീയിറക്കാൻ പറ്റുന്നുണ്ട് തീയിറക്ക് എന്ന് പറഞ്ഞാൽ ഒരു തൂത് കൈമാറുകയാ. സ്തോത്രം. നീ ഒരു ഏരിയയിൽ കാലുകുത്തി നിന്നാൽ അവിടെ ശത്രുവിന്റെ സ്ട്രാറ്റജികൾ വിലപ്പോകാതെ പോകും. യെസ്, ചിലരുടെ വായടയും, ചിലരുടെ വായടയും. ആത്മമണ്ഡലങ്ങളെ അഡ്രസ് ചെയ്യും. ചിലർ വായടയും. അവിടെ നിനക്ക് എതിരെ പറയാൻ വെച്ചിരുന്ന നെഗറ്റീവ് വേർഡുകൾ അസ്തമിച്ചു പോകും, ക്യാൻസൽ ആയി പോകും. സ്തോത്രം. റാബ ലഖ മനസിയ. അങ്ങനെ ഒരു പകർച്ച ഇന്ന് പകൽക്കാലം ചിലർമേലേക്ക് ദൈവം അയക്കുകയാണ്. നീ പോയി നിൽക്കുന്നിടത്ത് നീ പോയി നിൽക്കുന്ന ചില സെൻസിറ്റീവായ ഏരിയ, ദൈവം അവനോട് അങ്ങനെ പറയുന്നു, ചില സെൻസിറ്റീവായ ഏരിയയിൽ നീ പോയി നിൽക്കുമ്പോൾ ചില ശക്തികൾ നിർവീര്യമായി പോകാൻ പോകുക. അതിന്റെ പ്രവർത്തന മണ്ഡലങ്ങൾ നിർവീര്യമായി പോകാൻ പോകുക. അതിന്റെ പ്രവർത്തന മണ്ഡലങ്ങൾ നിർവീര്യമായി പോകാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ശത്രുവിന്റെ കയ്യിൽ ഒത്തിരി പേർ കൊടുത്ത ആയുധങ്ങളുമായിട്ടായിരിക്കും അവൻ നിനക്കെതിരെ നിൽക്കുന്നത്. പക്ഷെ നീ ഒരു വ്യക്തി പോയി നിൽക്കുമ്പോൾ അതിനകത്തിൽ ദൈവത്തിന്റെ വഴികൾ തുറന്നു വരാൻ പോകുക. അതിനകത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ തുറന്നു വരാൻ പോകുക. അതിനകത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു വരാൻ പോകുക. ഇതുവരെ ആർക്ക് വേണ്ടി തുറന്നിട്ടില്ലാത്ത ചില വഴികൾ നീ ഒരു വ്യക്തി പോയി നിൽക്കുമ്പോൾ ദൈവാത്മാവ് നിന്നിൽ കൂടെ അത് തുറന്നു തരാൻ പോകുക. ശത്രു അടച്ചു വെച്ച വഴികൾ, അവന് നിയമപരമായ അവകാശം കൊടുക്കുവാൻ തക്കവണ്ണം ക്ലെയിം ചെയ്തു വെച്ച വഴികള്, പക്ഷേ അതിന്റെ മേൽ ഇന്ന് പകൽക്കാലം ദൈവം ഒരു അവകാശം നിനക്ക് തരാൻ പോകുക. യെസ്, അങ്ങനെ ഒരു അവകാശം, അങ്ങനെ ഒരു അവകാശം. യെസ്, കർത്താവിന്റെ ശക്തമുണ്ട്. ചിലരുടെ മേൽ ചില അവകാശങ്ങള്, ചില അധികാരങ്ങള് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം കൈമാറാൻ പോകുക. ചില അവകാശങ്ങളും അധികാരങ്ങളും, സ്തോത്രം, ചില അവകാശങ്ങളും അധികാരങ്ങളും. ഓ സ്തോത്രം, സ്തോത്രം, അവകാശങ്ങളും അധികാരങ്ങളും. സ്തോത്രം, 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 സ്തോത്രം. പിന്നെ സിസ്റ്റർ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചു. സ്തോത്രം. ഒരു കാലഘട്ടത്തിൽ മോശയോട് സ്വന്തം സഹോദരങ്ങൾ ചോദിച്ചു, നിന്നെ ഞങ്ങൾക്ക് അധികാരി ന്യായകർത്താവാക്കിയത് ആരെന്ന്. മോശയ്ക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല. മോശ ഓടിപ്പോയി. അടുത്ത ദൈവം മടക്കി വരുത്തുന്ന ഒരു സീസൺ ഉണ്ട്. ആ സീസണിനകത്തിൽ ദൈവം തെളിയിച്ചൊരു കാര്യമുണ്ട്. സ്തോത്രം. മോശ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോഴും
അവിടെ വെളിപ്പെട്ട സെൻസ് ചെയ്തിരുന്ന മന്ത്രവാദികളുടെ അല്ലെങ്കിൽ ഇട്ട വടികളുണ്ട്, പാമ്പായി തീർന്ന വടികൾ. സ്തോത്രം. ഇതിനകത്തില് സ്തോത്രം മോശയുടെ വടി ഇട്ടപ്പോൾ മന്ത്രവാദിയുടെ ഏതാ ദൈവത്തിന്റെ ഏതാ തെളിയിക്കത്തക്ക നിലവാരത്തിൽ വേർതിരിച്ച് ദൈവം തെളിയിച്ചു കൊടുത്ത് സെൻസ് ചെയ്ത് കാണിച്ചു കൊടുത്തു. എല്ലാം പാമ്പാ, എല്ലാം പാമ്പാ, പക്ഷെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു, അങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു വിവേചനത്തിന്റെ ആത്മാവിനെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് കൈമാറുകയാ. ഹല്ലേലൂയ. ചെന്ന് ഇങ്ങനെ എന്നോട് പരിശുദ്ധം പറയുന്നു. അല്ലെ, ഞാൻ ഇങ്ങനെ ഒരു ദൂതിലേക്കൊന്നും വന്നതല്ല, പക്ഷെ പരിശുദ്ധം എന്നോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നു. സ്തോത്രം. അല്ലെ, ചെന്ന് നിൽക്കുന്ന മേഖലകളെ വിവേചിച്ച് അതിനകത്തിൽ ചില പൈശാചിക സ്ട്രാറ്റജികളെ സ്തോത്രം നിർവീര്യമാക്കി കളയത്തക്ക നിലവാരത്തിൽ മന്ത്രവാദികൾക്കും ചെയ്യാൻ പറ്റും, ദുരാത്മാക്കൾക്കും ചെയ്യാൻ പറ്റും, സെയിം കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒറിജിനലിനെ ഡ്യൂപ്ലിക്കേറ്റിനെയും തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ സോദര അതിന്റെ സ്ട്രാറ്റജിയെ മുഴുവൻ തകർത്ത് കളയത്തക്ക. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ഈ പ്രാർത്ഥനയിൽ ദൈവത്തിൽ നിന്ന് മോശയുടെ കിടക്കുന്ന വടി എവിടുന്നാന്നറിയാമോ? അല്ലല്, ഈ വടി ചുമ്മാതെ കിട്ടിയതല്ല, ദൈവം ആ വടി അധികാരപ്പെടുത്തിയ കയ്യിലോട്ട് കൊടുത്തു വിട്ടത്. അല്ലല്, ഇന്നലകളിൽ വരെ അത് വെറും വടിയായിരുന്നു. പക്ഷേ ദൈവം അധികാരപ്പെടുത്തി വിടുമ്പോൾ ആ വടി അധികാരപ്പെടുത്തി വിടുന്നത്, ആ വടി നീട്ടുമ്പോൾ ചെങ്കട വിഭാഗിക്കപ്പെടുന്നു. ആ വടി നീട്ടിടുമ്പോൾ ഹല്ലേലൂയ സ്തോത്ര മന്ത്രവാദികളുടെ പാമ്പുകളെ വിഴുങ്ങിക്കളയുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചിലത് യേശുവിന്റെ നാമത്തിൽ ചെന്ന് നിൽക്കുന്ന മേഖലകൾക്കകത്തിൽ വ്യത്യാസം ഇമ്മീഡിയറ്റ്ലി ചിലത് സെൻസ് ചെയ്യുവാൻ, ഇമ്മീഡിയറ്റ്ലി പലർക്കും സെൻസ് ചെയ്യാൻ പറ്റാത്ത പലതും സെൻസ് ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം ദൈവം ഒരു കൃപ മാറുകയാണ്. വിശ്വസിച്ചോ? പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, പലർക്കും സെൻസ് ചെയ്യാൻ പറ്റാത്തത്. ഹല്ലേലൂയ സ്തോത്രം. യെസ്, കർത്താവിനെ ഇങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നു. ഒരു വീടിനകത്തിലേക്ക് ചെല്ലുമ്പോൾ സ്തോത്രം, അവർക്ക് അതിനകത്തിൽ പലരും വന്നിട്ടും അവർക്ക് അതിനകത്തിൽ സ്തോത്രം പലതും മനസ്സിലാകുന്നില്ല. പക്ഷെ നിങ്ങൾ പോയി നിൽക്കുന്ന നിമിഷത്തിൽ തന്നെ ഇമ്മീഡിയറ്റ്ലി ദൈവാത്മ ചിലത് അതിനകത്ത് മനസ്സിലാക്കി തരത്തക്ക നിലവാരത്തിൽ ചില ദൈവപ്രവർത്തികളെ ഇന്ന് പകൽക്കാലം ദൈവാത്മ ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഒരു കൃപയെ ഓ സോദരം, അങ്ങനെ ഒരു കൃപയെ യെസ് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത ചിലത് ആത്മക്കണ്ണിൽ തിരിച്ചറിയുവാൻ, സെൻസ് ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം ഒരു കൃപ യേശുവിന്റെ നാമത്തിൽ യെസ്. ഓ സ്തോത്രം. ലഖമാന സഭ നഷ്ടപ്പെടിയ. എനിക്ക് ഭയങ്കരമായിട്ട് ദൈവാത്മാവ് തരുന്ന നിയോഗത്തെ നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ദൈവാത്മാവ് ഇന്ന് ഭയങ്കരമായിട്ട് എനിക്കൊരു ഭയങ്കര നിയോഗം തരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി. ആ കർത്താവിനോട് ഇങ്ങനെ പറയുന്നു, സ്തോത്രം, കഴിഞ്ഞ നിമിഷം വരെ നിന്റെ മുമ്പിൽ നിന്ന ചിലതിനെ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ചൊന്ന് ക്യാൻസൽ ചെയ്യാൻ പോകും. വഴി തുറക്കാതെ നിന്റെ മുമ്പിൽ നിന്ന ചില ശക്തികൾ, നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് നിന്റെ മുമ്പിൽ നിന്ന ശക്തികൾ സ്തോത്രം. ഈ ഭാഗം നമ്മൾ ഈ 14-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാ കാണുന്നത്. 80-ാമത്തെ വാക്ക് അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ കാണുന്നത്, ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രയേലരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. നിന്നെ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഇതിനകത്തിൽ നീ വിശ്വസിക്കുന്ന എല്ലാവരുടെ മേലെ ഈ ദൂതന് ഇവിടെ സംഭവിക്കാൻ പോകുക. ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില ശക്തികളിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നിങ്ങളെ ഇന്ന് പകൽക്കാലം രക്ഷിക്കാൻ പോകുക. രക്ഷിക്കുന്ന വീരനായി എന്റെ കർത്താവിന്റെ കരം ഇന്ന് പകൽക്കാലം ചിലർക്ക് വേണ്ടി ചലിക്കാൻ പോകുക. നിന്നെ വിടത്തില്ലെന്ന് പറയുന്ന ചിലതിനകത്ത് നിന്ന് ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ വലിച്ചെടുക്കാൻ പോകുക. മോശയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതുപോലെ, ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുന്ന ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോശക്കുഞ്ഞിനെ ദൈവം വലിച്ചെടുത്തതുപോലെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം ചിലതിൽ നിന്ന് വലിച്ചെടുത്ത് പലതിനെയും രക്ഷിക്കുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ സഹായിക്കാൻ പോകുക. നിങ്ങൾ ഒരു കാഴ്ച കാണാൻ പോകുക, പറഞ്ഞത് കാണാൻ പോകുക. മോശ പറഞ്ഞു, നിങ്ങൾ ഇന്ന് കണ്ട മിസ്രൈമിനെ കാണത്തില്ല. സ്വതന്ത്രം ഹല്ലേലൂയ. അത് തന്നെ അവരുടെ കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ കഴിഞ്ഞ നിമിഷം വരെ ഉപദ്രവിച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ശക്തി ഇന്ന് പകൽക്കാലം ഈ ഉപവാസത്തിന്റെ 3-ാം പകൽക്കാലം ആ സ്പിരിറ്റ് ക്യാൻസൽ ആകാൻ പോവുക. ഫറവോനെ രഥം കെട്ടിച്ച് സ്തോത്രം പിറകെ കൊണ്ടുവരുമാറാക്കിയ ഒരു മിസ്രയീമിന്റെ സ്പിരിറ്റ് ഉണ്ട്.
ഒരു മിസ്രൈമിന്റെ സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റിനെ അല്ലെങ്കിൽ സ്വർഗം ചെങ്കടയിൽ ന്യായം വിധിച്ച് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ ഇനി ഇവരെ പിന്തുടരുത്, ഇനി ഇവരെ പിന്തുടരുത്, ഇനി ഇവരെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന്റെ ദൂത് കൈമറ. നാളുകളെ നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ശക്തികളെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ന്യായം വിധിച്ച് അതിന്റെ ശക്തിയെ എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന ഒരു പകൽക്കാലമാക്കി ദൈവാത്മാവ് ഇതിനെ മാറ്റാൻ പോകുക. ആ നിയോഗ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. ഇന്ന് പകൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ജനത്തെ മുൻപോട്ട് വിടാതെ വേണം. പല മേഖലകൾക്കകത്തിൽ ദുർദിവസങ്ങൾ ഇവരുടെ ജീവിതത്തിനകത്ത് സെറ്റ് ചെയ്ത് വെച്ച് ഇവരെ ഭയപ്പെടുത്തി, ഇവരെ ഭാരപ്പെടുത്തി, ഇവരുടെ നന്മകളെ തടഞ്ഞ് ഇവരെ പരാജയപ്പെടുത്തി കർത്താവേ, ശത്രു വീണ്ടും വീണ്ടും അടിമത്തത്തിൽ കെട്ടിയിടുന്ന ചില മിസ്രൈമി അടിമത്തങ്ങള് ഇന്ന് പകൽക്കാലം ഈ ജനത്തിന്റെ മേൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഞാനൊരു കാഴ്ച കാണുകയാണ്. സ്തോത്രം. ചില കയറുകൾ ചിലരുടെ മേൽ നിന്ന് അഴിയുന്നു. ചില കയറുകൾ ചിലരുടെ മേൽ നിന്ന് അഴിഞ്ഞു മാറുന്നു, ലൂസാകുന്നു. പലർക്കും കെട്ടിവെച്ചിരിക്കുന്ന കയറിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല, പക്ഷെ ലൂസാകുന്നു. നീ ഈസി ആയിട്ട് ആ കയറിന് ഊരിക്കളഞ്ഞിട്ട് പുറത്തോട്ട് പോരെ. ലൂസാകുന്നു യേശുവിന്റെ നാമത്തിന്. ഇന്ന് പകൽ ഈ ജനം വിടുവിക്കട്ടെ, ഫ്രീ ആവട്ടെ, അവര് സ്വതന്ത്രമാകട്ടെ. കർത്താവെ, തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. കഴിഞ്ഞ നിമിഷം വരെ ആശങ്കപ്പെട്ട ജനം ഇപ്പോൾ തപ്പെടുത്ത് ദൈവത്തെ സ്തുതിച്ചതുപോലെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാം പകൽക്കാലം ചിലർ തപ്പെടുത്ത് ദൈവത്തെ സ്തുതിക്കത്തക്ക നിലവാരത്തിൽ സൂപ്പർ നാച്ചുറൽ വിടുതലുകൾ ഇന്ന് പകൽക്കാലം പല കുടുംബങ്ങൾക്കകത്തിലേക്ക് റിലീസ് ചെയ്യുന്നതിനായ സ്തോത്രം. ഈ മിനിസ്ട്രിയുടെ മേൽ റിലീസ് ചെയ്യുന്നതിനായ സ്തോത്രം. കർത്താവെ, ഇതിനകത്തുള്ള ഓരോ വ്യക്തികളുടെ കുടുംബങ്ങളിലേക്ക് റിലീസ് ആകുന്നതിനായ സ്തോത്രം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവെ, നന്ദി. അവരെ കർത്താവ് ഇപ്പോൾ സ്വതന്ത്രമാക്കുന്നതിനായ സ്തോത്രം, സ്വതന്ത്രമാക്കുന്നതിനായ സ്തോത്രം. വലിയ ദൈവപ്രവൃത്തി അവർക്ക് വേണ്ടി ചെയ്യുന്നതിനായ സ്തോത്രം കർത്താവ്. അങ്ങനെ ചെയ്തിരിക്കുന്നതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്തിന് ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷത്തെ ദൈവം റിലീസ് ചെയ്തിരിക്കുക. സെൻസ് ചെയ്യുക, സാഹചര്യങ്ങളെ സെൻസ് ചെയ്യുക, ആത്മാവിൽ തിരിച്ചറിയുക, ആത്മമണ്ഡലത്തിൽ ആ മേഖലകളെ ബ്രേക്ക് ചെയ്യുക. സ്തോത്രം. ജയകരമായി മുമ്പോട്ട് പോകാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അവസരം ഒരുക്കുന്ന കർത്താവിന്റെ ദാസിയോട് നന്ദി പറയും.